കഥ തുടരുന്നു. മനീഷ കർമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടാഷ കൊമനേച്ചിയെ മുംബൈയിലേക്ക് യാത്രയാക്കി. മനീഷ, ഞാനൊരിക്കലും നിന്നെ മറക്കൂല. നടാഷ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിനക്ക് നന്മ വരും, നീ ഭാഗ്യമുള്ളവളാണ്. മനീഷ അവളുടെ കണ്ണുകൾ തുടച്ചു. ട്രെയിനിൻ്റെ സൈറൺ മുഴങ്ങി. ഐ ലവ് യു ഡി. നടാഷ അവളെ ചുംബിച്ചിട്ട് ഓടിച്ചെന്ന് ട്രെയിനിൽ കയറി വാതിൽക്ക് നിന്ന് കൈവീശി. ട്രെയിൻ കടന്നുപോയി. സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു. മനീഷ പോകാനായി തിരിഞ്ഞപ്പോൾ തൊട്ടു മുന്നിൽ ഒരാൾ തടഞ്ഞു നിന്നു. ജീൻസും നീല ജാക്കറ്റ് ധരിച്ച അയാൾക്ക് ചെമ്പിച്ച താടി മീശയുണ്ട്. കണ്ണുകൾ അവളിൽ തന്നെ തറച്ചിരിക്കുകയാണ്. മനീഷ നടുക്കത്തോടെ അയാളെ നോക്കി. സംശയിക്കേണ്ട, ഞാൻ തന്നെയാണ് റാം, ബൽറാം. മനീഷയുടെ നടുക്കം കണ്ണുകളിൽ പ്രകടമായിരുന്നു. അപ്പോൾ നീ മരിച്ചിട്ടില്ല. അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവൾ അയാളെ തള്ളി മാറ്റിയിട്ട് ഓടിപ്പോയി. അയാൾ പിന്നാലെ ചെന്നു. ആളുകൾക്കിടയിലൂടെ ഒരു കുരുവി പറക്കുന്നതുപോലെ അവൾ വളഞ്ഞു തിരിഞ്ഞ് കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം മനീഷ രാജീവ് മേനോനെ കാസിനോയിൽ വെച്ച് കണ്ടു. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? മേനോൻ അവളെ നോക്കി. റെസ്റ്റോറൻറ്റിൽ അഭിമുഖമായിരുന്ന മേനോൻ ഒരു റെമി മാർട്ടിൻ ആസ്വദിക്കുകയാണ്. മനീഷ ഒരു കോഫി കുടിച്ചുകൊണ്ടിരുന്നു. റെസ്റ്റോറൻറ്റിൽ തിരക്കാണ്. ഒരു ഭാഗത്ത് ബാർ, മറുവശത്ത് ഭക്ഷണപാനീയ കൗണ്ടറുകൾ, സ്ത്രീ പുരുഷന്മാരുടെയും കുട്ടികളുടെയും ശബ്ദങ്ങൾ. മനീഷ മേനോനെ നോക്കി. നിനക്കെന്തോ ടെൻഷനുണ്ട്, എന്തായാലും പറയും. മേനോൻ വാത്സല്യത്തോടെ മനീഷയെ നോക്കി. എനിക്ക് ഗോവ വിട്ടു പോകണം. എവിടേക്ക്? എവിടേക്കെങ്കിലും. പക്ഷേ എനിക്ക് ചൗധരി ഡാഡിയോട് കടപ്പാടുണ്ട്. ഡാഡി എന്നെ വിടില്ല. മനീഷ കാര്യം തുറന്നു പറയൂ. നിന്റെ എന്ത് പ്രശ്നത്തിനും ഞാൻ പരിഹാരമുണ്ടാക്കും. ഞാൻ പറയാം. മനീഷ കാപ്പിയെടുത്ത് മുത്തി. അപ്പോൾ ഒരു കാൾസ്ബർഗ് ബിയറുമായി അയാൾ അവർക്കിടയിലെ സീറ്റിൽ വന്നിരുന്നു. മനീഷ അയാളെ കണ്ടു ഞെട്ടി. ബൽറാം. അയാൾ മനീഷയെ നോക്കി താടിയിൽ ചൊറിഞ്ഞു. ഇയാൾ എന്നെ കൊല്ലും. അവൾ നടുങ്ങി എഴുന്നേറ്റു. രാജീവ് മേനോൻ അമ്പരന്ന് നോക്കുമ്പോൾ അവൾ വേഗം അവിടെ നിന്ന് പോയി. മനീഷ. മേനോൻ അവളുടെ പിന്നാലെ ചെന്നു. മനീഷ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോയി. രാജീവ് മേനോൻ അമ്പരപ്പോടെ ടേബിളിനടുത്തേക്ക് വന്നു. അയാൾ അവിടെയില്ല. നിറഞ്ഞൊഴുകുന്ന ബിയർ കുപ്പി അവിടെ ഇരിക്കുന്നു. മേനോൻ്റെ കണ്ണുകൾ അയാളെ തിരഞ്ഞു. അയാളെ കണ്ടില്ല. മനീഷയെ ഫോണിൽ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. താഴെ റിസപ്ഷനിൽ ചെന്ന് മനീഷയെ അന്വേഷിച്ചു. അവൾ ഒരു ബോട്ടിൽ കയറി കാസിനോ ഷിപ്പിൽ നിന്ന് പോയെന്നറിഞ്ഞു. രാജീവ് മേനോൻ അസ്വസ്ഥനായി. എന്താണ് അവളുടെ പ്രോബ്ലം? ആരാണ് ബൽറാം? രാജീവ് മേനോൻ കാസിനോ ടൈറ്റൻ്റെ മാനേജറുടെ കാബിനിലേക്ക് കയറി ചെന്നു. മാനേജർ നിക്സൺ മേനോനെ കണ്ട് എഴുന്നേറ്റു. സാർ വരൂ, ഇരിക്കൂ സാർ. നിക്സ, ഞാൻ വന്നൊരു കാര്യം അറിയാനാ. എന്താ സാറേ? ഇപ്പോൾ മുകളിലെ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന ഒരാളെ എനിക്ക് കണ്ടെത്തണം. ഇവിടെ എല്ലായിടത്തും ക്യാമറയുണ്ടല്ലോ. യെസ്, വരൂ സാർ. നിക്സൺ വാതിൽ തുറന്ന് മേനോനെ ഒരു വലിയ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഭിത്തികൾ നിറയെ മോണിറ്ററുകളാണ്. 230 ക്യാമറകളുണ്ട് സാർ. ഓരോ മുക്കും മൂലയും കാണാം. കാസിനോയിൽ വരുന്ന ഈച്ച പോലും ഇതിൽപ്പെടാതെ പോകില്ല. സാർ നോക്ക്. നിക്സൺ മേനോനായി ഒരു കസേര നീക്കിയിട്ടു. പെട്ടെന്ന് ബൽറാമിനെ കണ്ടെത്താനായി സ്റ്റെപ്പ് ഇറങ്ങി അയാൾ പുറത്തേക്ക് പോകുന്നു. ദാറ്റ് മാൻ, ഞാനവനെ കണ്ടോളാം. നിക്സന്റെ പുറത്തു തട്ടി നന്ദി പ്രകാശിപ്പിച്ചിട്ട് മേനോൻ തിടുക്കത്തിൽ വെളിയിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ മേനോൻ ഡേവിഡിനെ വിളിച്ചു. റോഡിൽ റെഡിയായി നിൽക്ക്. നീല ജാക്കറ്റ് ധരിച്ച ഒരു താടിക്കാരൻ വരുന്നുണ്ട്. അവനെ ഒന്ന് ശ്രദ്ധിച്ചോ. ശരി സാർ. ഡേവിഡ് തയ്യാറായി കാറിനടുത്ത് നിന്നു. ബോട്ട് വരുന്നതും അയാൾ ഇറങ്ങുന്നതും കണ്ടു. ഡേവിഡ് ഫോണിൽ വിവരം കൊടുത്തു. സാർ, അയാൾ എത്തി. അയാൾ എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കൂ. ഞാനിതാ വരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞാണ് കാസിനോയിൽ നിന്നുള്ള അടുത്ത ബോട്ട് മേനോനെ കിട്ടിയത്. അയാൾ കാസിനോയുടെ റോഡരികിലെ ഫ്രണ്ട് ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ ഡേവിഡ് ഓടിവന്ന് പറഞ്ഞു. സാർ, ആ ടാക്സിയിലാണ് അയാൾ കയറിയത്. അതിൻ്റെ പിന്നാലെ വിട്. മേനോൻ വേഗം ചെന്ന് കാറിൽ കയറി. രാത്രി 11 മണിയായി എന്ന് മേനോൻ മൊബൈൽ ഫോണിൽ കണ്ടു. ടാക്സി മിറാമർ ഹോട്ടലിന് മുന്നിൽ നിന്നു. റൂം നമ്പർ 331 തുറന്ന് അയാൾ അകത്ത് കയറി ലോക്ക് ചെയ്തു. ഡേവിഡ് വാതിലിൽ മുട്ടി. അല്പം കഴിഞ്ഞ് അയാൾ വാതിൽ തുറന്നു. ഡേവിഡ് അകത്തേക്ക് ബലമായി കയറി ചെന്നു. മേശപ്പുറത്ത് ഫെന്നി ഗ്ലാസിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നു. കൂടെ പകുതിയ ബോട്ടിലും. താനാരാ? ഇവിടെ എന്തിനു വന്നു? ഡേവിഡ് അയാളോട് ചോദിച്ചു. അയാൾ നോക്കുമ്പോൾ ഡേവിഡിന് പിന്നാലെ രാജീവ് മേനോനും വന്നു. മേനോനെ അയാൾ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് അയാൾ റിവോൾവർ എടുത്തു. ഞാൻ ബൽറാം, ഇൻസ്പെക്ടർ ബൽറാം, അയാൾ പറഞ്ഞു. ഡേവിഡിൻ്റെ ഇരു കൈകളും പോക്കറ്റിലേക്ക് താണിട്ട് ഉയർന്നു വന്നത് 2 പിസ്റ്റളുകളുമായാണ്. ബൽറാം തോക്കുകളിലേക്ക് മാറി മാറി കണ്ണയച്ചു. റിവോൾവർ കാട്ടി വരട്ടണ്ട, മേനോൻ പറഞ്ഞു. താൻ എന്തിനാണ് മനീഷയുടെ പിന്നാലെ വന്നത്? ഒരു മിനിറ്റ് അവരെ രൂക്ഷമായി നോക്കി നിന്നിട്ട് ബൽറാം പറഞ്ഞു. അവൾ ടെസ്സയാണ്, മനീഷയല്ല. ടെസ്സ? ഡേവിഡ് തോക്കുകൾ ചൂണ്ടിക്കൊണ്ട് തന്നെ രാജീവ് മേനോന്റെ നേരെ മുഖം തിരിച്ചു. ടെസ്സയോ? അവൾ മനീഷയാണ്, മനീഷ ചൗധരി. മേനോൻ ബൽറാമിനെ രൂക്ഷമായി നോക്കി. നോ, അവൾ ടെസ്സ തോമസ് ആണ്. ബൽറാം മുറിവേറ്റ പുലിയെ പോലെ ചീറ്റി. അയാളുടെ കയ്യിലിരിക്കുന്നത് പോലീസ് ഗണ്ണാണെന്ന് ഡേവിഡ് മനസ്സിലാക്കി. അവൾ മനീഷയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഓടിയതെന്തിന്? അവൾ മലയാളിയാണ്, പാലക്കാരി. എന്നെയാണോ കബളിപ്പിക്കുന്നത്? ബൽറാം രോഷത്തോടെ തലയിളക്കി ഇരുവരെയും നോക്കി. താൻ അവളെ കൊല്ലാൻ വന്നതല്ലേ? ആരാ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്? കൊട്ടേഷനൊന്നുമല്ല. 1 വർഷം മുമ്പ് പാലായിൽ നിന്ന് മുങ്ങിയതാണവൾ. ടെസ്സ തോമസ്. കേരള പോലീസ് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തേടുന്ന ആളല്ലേത്? ഇവൾ രഞ്ജൻ ചൗധരിയുടെ മകൾ മനീഷ ചൗധരിയാണ്.
അവളോട് താൻ കളിക്കരുത്. നാട് വിട്ടോ. അതാ തടി കേടാകാതിരിക്കാൻ നല്ലത്. ഭീഷണിയാണോ? തന്നെ താക്കീത് ചെയ്തത് ബൽറാമിന് സഹിച്ചില്ല. അതെ, മലയാളി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വെറുതെ വിടുകയാ. രാജീവ് മേനോൻ ഡേവിഡിൻ്റെ ചുമലിൽ തൊട്ടു. ഇരുവരും പുറത്തിറങ്ങി. ഡേവിഡ് വാതിൽ ശക്തിയിൽ അടച്ചു. ബൽറാം നിമിഷങ്ങളോളം പകച്ചു നിന്നു. പിന്നെ ഗ്ലാസ്സിൽ ഒഴിച്ചു വച്ചിരുന്ന ഫെനി എടുത്തു കുടിച്ചു. കശുമാങ്ങയുടെ രുചിയുള്ള വാറ്റുചാരായം വയറ്റിൽ ചെന്ന് നുരഞ്ഞു. മിറാമർ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാറുകൾ വരികയും പോവുകയും ചെയ്യുന്നത് നോക്കി രാജീവ് മേനോൻ നിന്നു. കോങ്കോ ഡ്രമ്മിൻ്റെ നേർത്ത സംഗീതം കേൾക്കാം. അയാൾ പോലീസുകാരനാ സർ, കാറിനടുത്ത് നിന്ന് ഡേവിഡ് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി ഡേവിഡെ. പോലീസിലും ക്രിമിനലുകളുണ്ട്. കണ്ടാലറിയാം അയാൾ ഒരു നരഭോജിയാണെന്ന്. മേനോൻ ഹോട്ടലിൻ്റെ മുകൾ നിലയിലേക്ക് നോക്കി. മനീഷയ്ക്കറിയാമല്ലോ സാറേ ഇവൻ ആരാണെന്ന്. അതെ, അവൾക്കറിയാം. മേനോൻ ശിരസിളക്കി. ബൽറാം അവളുടെ പിന്നാലെ വരുന്നത് നല്ല ഉദ്ദേശത്തോടെയല്ല. അയാൾ കൊല്ലുമെന്നാണ് അവൾ പറഞ്ഞത്. ചിലപ്പോൾ ഇവനെ ഭയന്നായിരിക്കും ആ കുട്ടി കേരളത്തിൽ നിന്ന് ഒളിച്ചോടിയത്, ഡേവിഡ് പറഞ്ഞു. പക്ഷേ ഇവളെങ്ങനെയാ രഞ്ജൻ ചൗധരിയെ പോലെ ഒരാളുടെ മകളായത്? മനീഷ ഒരു രഹസ്യമാ സാറേ, കണ്ടുപിടിക്കണം. മേനോൻ കാറിൽ കയറി. കാർ ഹോട്ടലിൻ്റെ ഗേറ്റ് കടന്നു പോയി. പിറ്റേന്ന് പകൽ 11 മണിക്ക് ഇൻസ്പെക്ടർ അശോകൻ ഓഫീസിലായിരുന്നു. വാതിൽ തുറന്ന് ഒരു പോലീസുകാരൻ വന്നു. സാർ, കേരളത്തിൽ നിന്ന് ബൽറാം എന്നൊരാൾ കാണാൻ വന്നിരിക്കുന്നു. ഇൻസ്പെക്ടർ അശോകൻ ഫയലിൽ നിന്ന് മുഖമുയർത്തി. വരാൻ പറയൂ. പോലീസുകാരൻ പോയി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബൽറാം കടന്നു വന്നു. അശോകൻ നോക്കിയപ്പോൾ അയാൾ സല്യൂട്ട് ചെയ്തു. സാർ, ഞാൻ സബ് ഇൻസ്പെക്ടർ ബൽറാം. നിങ്ങളാണ് കുറച്ചു മുമ്പ് എന്നെ ഫോൺ ചെയ്തത് അല്ലേ? അതെ സാർ. അയാൾ ഐഡൻറ്റിറ്റി കാർഡ് എടുത്തു നീട്ടി. ഇരിക്കൂ. അശോകൻ അത് വാങ്ങി കമ്പ്യൂട്ടറിൻ്റെ സ്കാനിൽ വെച്ചു. മോണിറ്ററിൽ ബൽറാമിൻ്റെ ID കാർഡ് തെളിഞ്ഞു. ഒപ്പം അയാളെപ്പറ്റി കേരള പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള റിപ്പോർട്ടുകളും. കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് മിസ്സായ ഒരു പെൺകുട്ടിയെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് സാർ, ബൽറാം പറഞ്ഞു. എന്താ അവളുടെ പേര്? അശോകൻ ചോദിച്ചു. ടെസ തോമസ്. തോമസ് അവളുടെ ഡാഡിയാണ്. അയാൾ മരിച്ചുപോയി. അവൾക്ക് എത്ര വയസ്സുണ്ട്? കാണാതാകുമ്പോൾ 24 ശരി, ഇപ്പോഴെന്താ സംഭവിച്ചത്? അവൾ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ഞങ്ങളുടെ നിഗമനം. പക്ഷേ കർമാലി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. അശോകൻ അമ്പരപ്പോടെ അയാളെ നോക്കി. പിന്നീട് നടന്ന സംഭവങ്ങൾ ബൽറാം വിവരിച്ചു. അശോകൻ ചായ വരുത്തി. ഇരുവരും കുടിച്ചു. ബൽറാം പറഞ്ഞു വന്നത് ടെസയാണ്. മനീഷ എന്നല്ലേ? അശോകൻ ചോദിച്ചു. ടെസയുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അവളാണ് സാർ. ബൽറാം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് നീട്ടി. അശോകൻ അത് വാങ്ങി നോക്കി. ഒരേപോലെയുള്ള പല ആളുകളുണ്ടെന്നല്ലേ പറയുന്നത്? എൻ്റെ രൂപത്തിലുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വ്യത്യാസവുമില്ല. സെയിം ഡിറ്റോ. അതുണ്ടായിരിക്കാം, പക്ഷേ ഇത് ടെസ തന്നെയാണ്. ഞാനും അവളും പരസ്പരം തിരിച്ചറിഞ്ഞു. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അവൾക്ക് കാസിനോ ടൈറ്റൻ പോലെയുള്ള വമ്പൻ ചൂതുകളി കേന്ദ്രവുമായും നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ തക്കവിധം അധോലോക സംഘവുമായും ബന്ധമുണ്ട് അല്ലേ? കേരളത്തിൽ നിന്ന് മുങ്ങിയ ഒരു സാധാരണ യുവതിക്ക് ഗോവയിൽ വന്ന് ഇത്രയും വലിയൊരു സന്നാഹമുണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങളുടെ പോലീസ് ബുദ്ധിയിൽ തോന്നുന്നുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടുള്ളത് കേരള പോലീസ് അതീവ ബുദ്ധിയുള്ളവരാണെന്നാണ്. ബൽറാമിന് മറുപടിയില്ലായിരുന്നു. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ബൽറാം. അത് വിട്ടുകളാ. വെറുതെ അപകടത്തിൽ ചെന്ന് ചാടരുത്, അശോകൻ ഉപദേശിച്ചു. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. മനീഷയോട് എനിക്ക് നേരിട്ട് സംസാരിക്കണം, ബൽറാം പറഞ്ഞു. സാർ, അതിനൊരു അവസരം ഉണ്ടാക്കണം. കോട്ടയത്തെ SP കൊണ്ട് ഇവിടുത്തെ കമ്മീഷണർക്ക് ഞാനൊരു ലെറ്റർ ഫോർവേഡ് ചെയ്യിക്കാം, പോരെ? ബൽറാം അശോകൻ്റെ കണ്ണുകളിൽ നോക്കി. ഞാനൊന്ന് അന്വേഷിക്കട്ടെ ബൽറാം. നിങ്ങളുടെ നമ്പർ തരൂ. അശോകൻ അയാളുടെ ID കാർഡ് തിരിച്ചു നൽകി. ബൽറാം പോയി കഴിഞ്ഞപ്പോൾ അശോകൻ രാജീവ് മേനോന് ഫോൺ ചെയ്തു. അശോക, ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. മേനോൻ ആദ്യം പറഞ്ഞത് അതാണ്. എനിക്ക് സാറിന് അത്യാവശ്യമായി കാണണം. എനിക്കും. എവിടെ വെച്ചാൽ അശോക മീറ്റ് ചെയ്യേണ്ടത്? പുറത്ത് എവിടെയെങ്കിലും ആകാം. സാർ പറഞ്ഞോ. 2 മിനിറ്റോളം മറുപടി ഉണ്ടായില്ല. മേനോൻ ആലോചിക്കുകയാണെന്ന് അശോകന് മനസ്സിലായി. അശോക. സാർ, നമുക്ക് വൈകിട്ട് ഓൾഡ് ഗോവയിലെ സണ്ണി ക്ലിഫിൽ വെച്ച് കണ്ടാലോ? ശരി സാർ, അശോകൻ സമ്മതിച്ചു. 6 മണിക്ക് ഇരുവരും സണ്ണി ക്ലിഫിലെ ബീച്ചിലെ പാറകൾക്ക് മുകളിലൂടെ നടന്നു. കടൽ ശാന്തമായിരുന്നു. സാറേ, മനീഷയുടെ പിന്നിലൊരു കഥയുണ്ട്, അശോകൻ പറഞ്ഞു. അതേക്കുറിച്ച് എനിക്ക് ചില സൂചനകൾ ലഭിച്ചിരുന്നു. പക്ഷേ കഥ എന്താണെന്ന് എനിക്കറിയില്ല. മേനോൻ തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. അശോകൻ ബൽറാമുമായി സംസാരിച്ചതും വെളിപ്പെടുത്തി. മനീഷ അയാളെ ഭയക്കുന്നതുകൊണ്ട് ബൽറാം അവളെ കൊല്ലാനാണ് എത്തിയതെന്ന് കരുതണം സാർ. അതിന് തക്കതായ കാരണവും കാണും. മേനോൻ ആലോചിച്ചു നിന്നു. അന്തിവെയിലിൽ ആ മുഖം തിളങ്ങി. ബൽറാമിൻ്റെ ID കാർഡ് വെച്ച് എനിക്ക് അയാളുടെ ഒഫീഷ്യൽ സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട്. ക്രിമിനൽ റെക്കോർഡാണ്. അല്ലായിരുന്നെങ്കിൽ അയാളിപ്പോൾ ഒരു DYSP ആകേണ്ടതാ. വളരെ ചെറുപ്പത്തിൽ സർവീസിൽ കയറിയതാ, അശോകൻ പറഞ്ഞു. മേനോൻ മൂളി. സാറേ, സൂക്ഷിക്കണം. പ്രദീപ് ഗവാക്കറേക്കാളും രോഹനേക്കാളും വലിയ പുള്ളിയാണോ അവളെന്നാണ് എനിക്ക് സംശയമുണ്ട്. മനീഷ തന്നെയാണ് ടെസയെന്നുറപ്പാ. അവൾ ചൗധരിയുടെ മകളായി ഇവിടെ അവതരിക്കണമെങ്കിൽ ചെറിയ കാര്യമാണോ? യെസ്, ഞാനും അതാണ് ആലോചിക്കുന്നത് അശോക. 10 കോടി രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞവളാണ്. സാർ,
അവളുടെ ഹിസ്റ്ററി അന്വേഷിച്ചറിയണം. സാറിനാണ് അത് എളുപ്പം സാധിക്കുന്നത്. ഞാൻ സംസാരിക്കാം. അവൾക്കൊന്നും സംഭവിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. മേനൻ വീണ്ടും വിളിച്ചെങ്കിലും മനീഷയെ കിട്ടിയില്ല. ഫോൺ സ്വിച്ച് ഓഫ്. നമുക്ക് ബൽറാമിൻ്റെ അടുത്തേക്ക് ചെന്നാലോ സാറേ? അശോകൻ ചോദിച്ചു. അയാൾ മനീഷയെ അന്വേഷിക്കുകയല്ലേ? ശരിയാ ഡേവിഡേ. കാർ തിരികെ മിറാമർ ഹോട്ടലിലേക്ക് വിട്. സർ. ഡേവിഡ് കാറിൽ കയറി. പിന്നിൽ അശോകനും രാജീവും. രാത്രി 8 മണിയായിരുന്നു. കാർ കുതിച്ചു പാഞ്ഞു. മേനോൻ കാസിനോ ടൈറ്റനിലെ മാനേജർ നിക്സനെ വിളിച്ചു. നിക്സാ, ഒരു പ്രധാന കാര്യം അറിയാനാണ് വിളിച്ചത്. മനീഷ ഫ്ലോറിലുണ്ടോ? ഇല്ല സാർ, ഇന്ന് വന്നിട്ടില്ല. എവിടെ പോയെന്നറിയാമോ? ഇല്ല സാറേ. എന്താ സാറേ? ഒരു വിവരം അറിയാനായിരുന്നോ? താങ്ക് യു നിക്സ. മേനോൻ ഫോൺ കട്ട് ചെയ്തു. കാർ മിറാമർ ഹോട്ടലിന് മുന്നിൽ നിന്നു. ഇൻസ്പെക്ടർ അശോകൻ റിസപ്ഷനിലേക്ക് ചെന്നു. റൂം നമ്പർ 303 ബൽറാം ഉണ്ടോ? ഒരു തടിച്ച ഗോവക്കാരിയായിരുന്നു റിസപ്ഷനിസ്റ്റ്. അവളുടെ മാറിൽ വലിയൊരു കുരിശ് തൂങ്ങിക്കിടക്കുന്നു. രജിസ്റ്റർ നോക്കി അവൾ പറഞ്ഞു. മിസ്റ്റർ ബൽറാം 4 മണിക്ക് വെക്കേറ്റ് ചെയ്തു സാർ. അശോകൻ രാജീവ് മേനോനെ നോക്കി. കിളി പറന്നുപോയി. അയാളുടെ കൂടെ ആരാണുണ്ടായിരുന്നത്? ഇല്ല സാർ, അയാൾ തനിച്ചായിരുന്നു, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഇനി അയാളെ എവിടെ അന്വേഷിക്കുക അശോക? മേനോൻ ചോദിച്ചു. അയാളുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് സാർ, വിളിക്കാം. അശോകൻ ബൽറാമിനെ വിളിച്ചു. സാറേ, എൻഗേജ്ഡാണ്. അല്പം കഴിഞ്ഞ് വിളിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. സാറേ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. മനീഷയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ അശോക? രാജീവ് മേനോന് പരിഭ്രാന്തിയായി. വാസ്കോയിലെ ഡബോളിം എയർപോർട്ടിൽ നിന്ന് ബൽറാം സക്രിയയ്ക്ക് ഫോൺ ചെയ്തു. ഇതാര്, ബൽറാമോ? തന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ. സക്രിയയുടെ ശബ്ദം. അത് വിട് സക്രിയ. 1 കോടി രൂപ തന്നാൽ തനിക്ക് ഞാനൊരു വിവരം തരാം. അതെന്താ ഇത്ര വില പിടിച്ച വിവരം? ഇതിൻ്റെ യഥാർത്ഥ വില 3000 കോടിയാ. ചെറുതൊന്നുമല്ല. ബൽറാം, കാര്യം പറയും. ടെസയെ കൊന്നത് ആരാണെന്നാ താൻ പറഞ്ഞത്? വിക്ടർ സലാം. അവൻ വാക്കു പറഞ്ഞാൽ പറഞ്ഞതാ. കോപ്പ, ഞാൻ അവളെ ഗോവയിൽ വെച്ച് കണ്ടു. താനെവിടെയാ? പ്ലാന്റർ സക്രിയ ഞെട്ടി. ഗോവ എയർപോർട്ടിൽ. ഞാൻ അങ്ങോട്ട് വരികയാ. അർദ്ധരാത്രിക്ക് ഫ്ലൈറ്റ് കൊച്ചിയിലെത്തി. അവിടെ പ്ലാന്റർ സക്രിയയുടെ ബെൻസും ഡ്രൈവറും കാത്തു കിടന്നിരുന്നു. രാത്രി 2 മണിക്ക് കാർ പാലായിലെ സക്രിയയുടെ ബംഗ്ലാവിൻ്റെ ഗേറ്റിലെത്തി. ബംഗ്ലാവിലേക്കുള്ള വഴി 1 വേയാണ്. പോർച്ചിൽ കാർ നിന്നു. സാർ അകത്തുണ്ട്, ഡ്രൈവർ ബൽറാമിനോട് പറഞ്ഞു. പൂമുഖവാതിൽ തുറക്കപ്പെട്ടു. ബൽറാം അകത്തേക്ക് ചെന്നു. അവിടെ മധ്യവയസ്കനായ ദീർഘകായൻ പ്ലാന്റർ സക്രിയ നിന്നിരുന്നു. അയാളുടെ പിന്നിൽ അന്തരിച്ച 2 പേരുടെ ഛായാചിത്രം. പ്ലാന്റർ തോമസും മകൾ ടെസയും. ബൽറാം ഒന്ന് ചിരിച്ചു. പറയ്, ടെസയെ താൻ എവിടെ വെച്ച് കണ്ടത്? സക്രിയയുടെ സ്വകാര്യ മുറിയിലെ മേശയ്ക്ക് ഇരുവശത്തും അവർ ഇരുന്നു. പറയാം. അതിനല്ലേ ഈ രാത്രിയിൽ ഞാൻ പറന്നു വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ടെസയെ കണ്ടതു മുതലുള്ള സംശയങ്ങൾ ബൽറാം വിവരിച്ചു. അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ സക്രിയ അല്പനേരം എന്തോ ആലോചിച്ചിരുന്നു. ശരി. സക്രിയ 2 ഗ്ലാസുകളും ഒരു ബോട്ടിൽ കരീബിയൻ റമ്മും എടുത്തു വെച്ചു. 17 വർഷം പഴക്കമുള്ള കറോണി. 2 ഗ്ലാസുകളിൽ റം പകർത്തി വെള്ളം ചേർത്ത് ഒന്ന് ബൽറാമിൻ്റെ നേരെ നീക്കി വെച്ചു. കുടിക്കടോ. സക്രിയ ഒറ്റവലിക്ക് മദ്യം അകത്താക്കി. ബൽറാം ഗ്ലാസ് പകുതിയാക്കിയിട്ട് സക്രിയയെ നോക്കി. അത് ടെസയല്ല, സക്രിയ പറഞ്ഞു. അത് മനീഷയാ, ഏതോ ചൂതാട്ടക്കാരൻ്റെ മകൾ. തനിക്ക് ഗോവൻ ഫെനി കുടിച്ച് ബോധം പോയപ്പോൾ തോന്നിയതാ ടെസയാണെന്ന്. അല്ല, സത്യമാ. ബൽറാം ഗ്ലാസ് കാലിയാക്കി. ബൽറാമേ, തൻ്റെ കളിയൊന്നും സക്രിയയുടെ അടുത്ത് വേണ്ട. ഇത് സീരിയസ് കാര്യമാ. അവൾ ടെസയല്ലെങ്കിൽ പിന്നെ എന്നെ കണ്ടപ്പോൾ ഓടിയതെന്തിനാ? തന്നെ കണ്ടാൽ ഏത് പെണ്ണ ഓടാത്തെ? താൻ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു കാണും. മദ്യപിച്ചാൽ തനിക്ക് ബോധമില്ലല്ലോ. സക്രിയ, ഇതിലെന്താ ചതിയുണ്ട്? നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ദിവസം അവൾ വരും. ജീവന് വേണ്ടി നിങ്ങൾ അവളുടെ കാല് പിടിക്കും. നോക്കിക്കോ. ബൽറാമ പറയുന്നത്. രോഷത്തോടെ ബൽറാം ഗർജിച്ചു. സക്രിയ നിന്ദാഭാവത്തിൽ ഒന്ന് ചിരിച്ചു. നേരം വെളുക്കാറായി. ഡ്രൈവർ തന്നെ വീട്ടിലെത്തിക്കും. പകല് സുബോധത്തോടെ നമുക്ക് കാണാം. എഴുന്നേറ്റപ്പോൾ ബൽറാം ആടുന്നുണ്ട്. മേഡത്തെ കണ്ടില്ലല്ലോ. ഉറക്കമായിരിക്കും. റോസ്ലിൻ അണക്കര ഒരു ധ്യാനത്തിന് പോയിരിക്കുക. ഇനി വെള്ളിയാഴ്ചയെ വരുവുള്ളൂ. ബൽറാം പുറത്തിറങ്ങി. അയാൾ പറഞ്ഞതാലോചിച്ച് സക്രിയയ്ക്ക് ഉറക്കം വന്നില്ല. എപ്പോഴോ മയങ്ങി. ഉണർന്നപ്പോൾ 9 മണി. അപ്പോൾ തന്നെ ഫോൺ എടുത്ത് വിക്ടറെ വിളിച്ചു. മണിയടിച്ചയുടൻ വിക്ടർ സാം ഫോൺ ഓഫ് ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കോൾ വന്നു. വിക്ടർ സാം. സക്രിയ രാത്രിയിലെ ക്ഷീണം മാറാനായി 2 പെഗ് ബ്രാൻഡി കഴിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ വിക്ടറിൻ്റെ ശബ്ദം കേട്ടു. ഞാൻ പള്ളിയിലായിരുന്നു കയറിയ ചായ. ഭരണങ്ങാനത്ത്. അതാ സ്വിച്ച് ഓഫ് ചെയ്തത്. ഇപ്പോഴാ ഫോൺ ഓൺ ചെയ്തത്. എന്നാ വിളിച്ചത്? വിക്ടർ എവിടെയാടാ? ഭരണങ്ങാനത്താണോ? അല്ല, ഞാൻ പാലാക്കി പോന്നു. ബാറില 2 അടിച്ചിട്ട് വാഗമണിലെ തോട്ടത്തിലേക്ക് പോകാനിരിക്കുക. എന്നാ വിശേഷം? നീ ഏത് ബാറിലാ? ഇവിടെ പ്ലാന്റേഷൻ ക്ലബിലാ. നീ അവിടെ ഇരിക്കേ. എനിക്ക് അത്യാവശ്യമായി നിന്നെ ഒന്ന് കാണണം. സീരിയസ് ആണോ ചായ? അത് നേരിട്ട് പറയാം. 10 മിനിറ്റിനകം സക്രിയയുടെ കാർ മീനച്ചിലാറിൻ്റെ മുകളിലെ പാലം കടന്ന് ഹോട്ടലിന് മുന്നിൽ വന്നു നിന്നു. സക്രിയയെ കണ്ട് സെക്യൂരിറ്റി ഭവ്യതയോടെ ഓടി വന്നു. കാർ ഒതുക്കിയിട്ടേരെ, കീ കൊടുത്ത് സക്രിയ പറഞ്ഞു. ശരി സാറേ. സെക്യൂരിറ്റി വിനയാനിതനായി. 4ാമത്തെ നിലയിലെ പ്ലാന്റേഷൻ ക്ലബിന് മുമ്പിൽ
സക്രിയ ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ വിക്ടർ സാം കാത്തു നിൽക്കുകയാണ്. എക്സസൈസ് ചെയ്ത് ബോഡി ബിൽഡ് ചെയ്ത ചെറുപ്പക്കാരനാണ് വിക്ടർ. കൈകളിലും നെഞ്ചിലും മസിൽ തെറിച്ചു നിൽക്കുന്നു. മുണ്ടും നൈക്കിൻ്റെ ടീഷർട്ടുമാണ് വേഷം. മുടി പറ്റെ വെട്ടിയിരിക്കുന്നത് കണ്ടാൽ പോലീസാണെന്നേ പറയൂ. പ്ലാന്റേഷൻ ക്ലബ്ബിൽ മറ്റാരുമില്ലായിരുന്നു. വെയിറ്റർ മാത്രം അവരെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് റൂഫിലേക്ക് പോകാം, സക്രിയ പറഞ്ഞു. വിക്ടർ ഗ്ലാസ്സിലിരിക്കുന്നത് കഴിച്ചു. അച്ചായനൊരെണ്ണം പറയട്ടെ? തിരിച്ചു വന്നിട്ട് മതി. അവർ മുകളിലെത്തി. അവിടെ തണുത്ത കാറ്റ് വീശുന്നു. പാലാ ടൗൺ കാണാം. എന്താ കറിയച്ചായ ഇത്ര സീരിയസ് പ്രശ്നം? നീ ടെസയെ എന്താ ചെയ്തത്? മുഖവരില്ലാതെ സക്രിയ ചോദിച്ചു. വിക്ടർ അയാളെ നോക്കി. ഒളിച്ചിരിക്കുന്ന ഇരയെ കണ്ടുപിടിച്ച മൃഗത്തിൻ്റെ ഭാവമാണ് സക്രിയയുടെ മുഖത്ത്. 1 വർഷം കഴിഞ്ഞു. പശുവും ചത്തു. മോരിലെ പുളിയും പോയി. ഇനിയും സംശയമാണോ? എടാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവളെ കൊന്നുകളഞ്ഞു. ഇനി ടെസയെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല ചായ. നീയാണോ കൊന്നത്? അല്ല, ഗോവയിലെ ഗുണ്ടകൾ. അവരവളെ കൊല്ലുന്നത് നീ കണ്ടോ? കണ്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? വിക്ടറെ, സത്യമേ എന്നോട് പറയാവൂ. സക്രിയ അരയിൽ തിരികിയിരുന്ന പിസ്റ്റൾ എടുത്തു. വിക്ടർ തോക്കിലേക്കും സക്രിയയുടെ മുഖത്തേക്കും നോക്കി. എന്നെ ചതിച്ചാൽ കൊല്ലും ഞാൻ, സക്രിയ തോക്ക് ചൂണ്ടി ഗർജിച്ചു. വിക്ടർ പതറിയില്ല. കറിയച്ചായ, അന്ന് രാത്രിയിൽ അവർ ടെസയെ മയക്കുമരുന്ന് കുത്തിവെച്ച് ബോട്ടിൽ കയറ്റി മണ്ടോവി നദിയിൽ കൊണ്ടുപോയി. അമരത്ത് നിർത്തി അവളുടെ തലയ്ക്ക് വെടിവെച്ചു. ശവം നദിയിലേക്ക് വീഴുന്നത് മറ്റൊരു ബോട്ടിലുണ്ടായിരുന്ന ഞാൻ കണ്ടു. അവന്മാർ തിരിച്ചു വന്നപ്പോൾ ബോട്ടിൽ അവളില്ലായിരുന്നു. 1 ലക്ഷം രൂപ അവരെന്നോട് വാങ്ങിച്ചു. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല, വിക്ടർ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ടും അച്ചായന് സംശയം മാറിയില്ലേ? ഇതാ കോഴി കട്ടവൻ്റെ തലയിൽ പപ്പു കാണുമെന്ന് കാരണന്മാർ പറയുന്നത്. സക്രിയ അയാളെ തുറച്ചു നോക്കി. റസ ജീവിച്ചിരിപ്പില്ല. ഇനി അവളെ ആരും കാണില്ല, വിക്ടർ പറഞ്ഞു. അപ്പോൾ ഇൻസ്പെക്ടർ ബൽറാം അവളെ കണ്ടതോ? നടുങ്ങിയതുപോലെ വിക്ടർ ഒന്ന് വിറച്ചു. എവിടെ വെച്ച്? ഗോവയിൽ. അവൾ അവിടെ ഉണ്ട്. വിക്ടർ സക്രിയയെ പകച്ചു നോക്കി. ആ കള്ളം പറഞ്ഞത് വെള്ളം തൊടാതെ വിഴുങ്ങിയല്ലേ? നമുക്ക് ഗോവയിലേക്ക് പോകാം. അയാളോട് ടെസയെ കാണിച്ചു തരാൻ പറയും. കാണിച്ചു തന്നില്ലെങ്കിൽ ഈ തോക്ക് അയാളുടെ നെഞ്ചിലേക്ക് ചൂണ്ടണം. പറ്റുമോ ചൈന്? പറ്റും. കൊല്ലും ഞാൻ അവനെ. എന്നാൽ വിളിക്ക് ബൽറാമിനെ. സക്രിയ ആശയക്കുഴപ്പത്തിലായി. ആര് പറയുന്നതാണ് സത്യം? സക്രിയ തോക്ക് അരയിൽ തിരികി. പിന്നെ ഫോണെടുത്ത് ബൽറാമിനെ വിളിച്ചു. 4 ബെൽ കഴിഞ്ഞപ്പോൾ അയാളുടെ ശബ്ദം കേട്ടു. ബൽറാമ, പറഞ്ഞോ. താൻ എവിടെയാ? എൻ്റെ വീട്ടിലേക്ക് വാ. ഞാനൊരു സുഹൃത്തിൻ്റെ കൂടെ വാഗമണിലെ റിസോർട്ടിലേക്ക് പോകുകയാ. നാളെ കാണാം. പറ്റില്ല, എനിക്ക് ഉടനെ കാണണം. നിങ്ങളുടെ കൂടെ മറ്റാരും കാണാൻ പാടില്ല. എൻ്റെ കൂടെ വിക്ടറുണ്ട്. കാര്യത്തിൻ്റെ സീരിയസ് അറിയാമല്ലോ, സക്രിയ ശബ്ദമുയർത്തി പറഞ്ഞു. ശരി, നമുക്ക് കാണാം. 1 മണിക്കൂർ കഴിഞ്ഞ് തങ്ങൾപ്പാറയുടെ മുകളിൽ അവർ കണ്ടുമുട്ടി. അവരുടെ സംസാരം കേൾക്കാൻ അവിടെ മറ്റാരുമില്ലായിരുന്നു. ബൽറാം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സക്രിയ വിക്ടറെ നോക്കി. അത് ടെസയെ പോലെ മറ്റാരോ ആണ്. നമുക്ക് ഗോവയിൽ പോയി അവളെ കണ്ടുപിടിക്കാം, വിക്ടർ അഭിപ്രായപ്പെട്ടു. അത് ടെസ തന്നെയാണ്, ബൽറാം തറപ്പിച്ചു പറഞ്ഞു. ശക്തിയായ കാറ്റ് മൂടൽ മഞ്ഞിനെ മാറ്റിയതുകൊണ്ട് വിദൂര കാഴ്ചകൾ ദൃശ്യമായി. എനിക്ക് 2-1 അറിയണം, സക്രിയ പറഞ്ഞു. അല്ലാതെ മനസ്സമാധാനം ഉണ്ടാവില്ല. നിങ്ങളുടെ ഫോണിൽ ആരോ വിളിക്കുന്നു, ബൽറാമിൻ്റെ പോക്കറ്റിലെ വെളിച്ചം കണ്ട് വിക്ടർ പറഞ്ഞു. ബൽറാം ഫോണെടുത്ത് നോക്കി. ഇൻസ്പെക്ടർ അശോകൻ. അയാൾ ഇരുവരെയും നോക്കി. ഗുഡ് മോർണിംഗ് സാർ. ബൽറാം കോൾ അറ്റൻഡ് ചെയ്തു. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. എവിടെയാണ്? ഞാൻ നാട്ടിലേക്ക് പോന്നു സാർ. നിങ്ങളെന്താ പെട്ടെന്ന് ഗോവ വിട്ടു പോയത്? അത്യാവശ്യമുണ്ടായിരുന്നു. നിങ്ങളുടെ ലൊക്കേഷൻ കാണിക്കുന്നത് വാഗമൺ എന്ന സ്ഥലത്താണല്ലോ. സ്പീക്കർ മോഡിലിട്ട ശബ്ദം കേട്ട് 3 പേരും ഞെട്ടി. അതെ സാർ, ഞങ്ങൾക്ക് അവളെ കാണണം. ഞങ്ങളെന്നാൽ ആരൊക്കെയാ? ടെസയുടെ ബന്ധുക്കളാണ്, മമ്മിയും ഡാഡിയും. അവളുടെ ഡാഡി മരിച്ചെന്നല്ലേ ബൽറാം പറഞ്ഞത്? ബൽറാം ഒന്ന് പതറി. കാറ്റ് വീശി. നിങ്ങൾ ഫോണിലുണ്ടാവണം, ഞാൻ വിളിക്കാം. അശോകൻ കോൾ കട്ട് ചെയ്തു. അയാൾ ഗോവയിൽ നിന്നല്ലേ വിളിച്ചത്? നമ്മൾ ഇവിടെ നിൽക്കുന്നത് പോലും അയാൾ ലൊക്കേറ്റ് ചെയ്തു. സക്രിയ ബൽറാമിനെ നോക്കി. സാറേ, ഈ ഇൻസ്പെക്ടർ നമ്മളെ പുലിവാലി പിടിപ്പിച്ചു, വിക്ടർ പറഞ്ഞു. അതെന്താടാ? ബൽറാമിന് ദേഷ്യം വന്നു. ആ പെണ്ണിനെ കണ്ടപ്പോൾ ടെസ്സിയാണെന്ന് സംശയം തോന്നിയെങ്കിൽ രഹസ്യമായി അന്വേഷിച്ചാൽ പോരായിരുന്നോ? എന്തിനാ പോലീസിൽ അറിയിച്ചത്? അതിനെന്താ കുഴപ്പം? 1 വർഷം മുമ്പാണ് ടെസ്സ കൊല്ലപ്പെട്ടത്. അവളുടെ ഡെഡ് ബോഡി നദിയിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട്. അവളുടെ ഡ്രസ്സും മറ്റെന്തെങ്കിലും തെളിവുകളും അവർ സൂക്ഷിച്ചിട്ടുണ്ടാകും. സക്രിയയും ബൽറാമും പരസ്പരം നോക്കി. വിക്ടർ തുടർന്നു. ഇവിടെ നിന്ന് മിസ്സിംഗ് ആയ പെണ്ണ് അതായിരിക്കുമോ എന്ന് പോലീസ് സംശയിച്ചാൽ ആ കൊലക്കേസ് അന്വേഷിച്ച് പോലീസ് പാലായിലെത്തും. കറിയാച്ചനെയും എന്നെയും ബൽറാം സാറിന് ചൂണ്ടിക്കാട്ടേണ്ടതായി വരും. സക്രിയ ബൽറാമിനെ പകച്ചു നോക്കി. അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായാൽ ഏതൊക്കെ കേസുകൾ പൊങ്ങുമെന്നറിയാമോ? വിക്ടർ സക്രിയയെ നോക്കി. അരയിലിരിക്കുന്ന തോക്കുകൊണ്ട് അച്ചായൻ സ്വയം വെടിവെച്ച് മരിക്കേണ്ടി വരും. സക്രിയ ഞെട്ടി. അറിയാതെ കൈ പിസ്റ്റളിൽ പിടിച്ചു. എല്ലാം എൻ്റെ കൈവിട്ട് പോകുമോ? സക്രിയ പരിഭ്രാന്തനായി. പനാജിയിലെ ഇൻസ്പെക്ടർ അശോകൻ്റെ ഓഫീസിലിരിക്കുകയാണ് രാജീവ് മേനോൻ. ബൽറാം ഇവിടെ നിന്ന് പോയത് ടെസയുടെ ആളുകളെ കൂട്ടി വരാനാണ്, അശോകൻ പറഞ്ഞു. അവർ വരുന്നത് എന്തായാലും മനീഷയെ രക്ഷിക്കാനായിരിക്കില്ല, മേനോൻ അഭിപ്രായപ്പെട്ടു. വരുന്നത് ടെസയുടെ മമ്മിയും രണ്ടാനച്ഛനുമായിരിക്കും. ടെസ ജീവനും കൊണ്ട് നാട്ടിൽ നിന്ന് പോരാൻ കാരണം ഈ അമ്മയും അച്ഛനുമായിരിക്കണം. അവരുടെ ഗ്യാങ് ആണ് ബൽറാമും. അതെ, ഒരു കാര്യം ഉറപ്പായി, മനീഷയെ ബൽറാം കൊണ്ടുപോയിട്ടില്ല. പിന്നെ അവളെവിടെയാണ്?
അവർ സംസാരിച്ചിരിക്കുമ്പോൾ ഡേവിഡിൻ്റെ ഫോൺ വന്നു. സാർ, മനീഷ ബംഗ്ലാവിൽ തിരിച്ചെത്തി. വൈകിട്ട് കല ഓഡിറ്റോറിയത്തിന് മുന്നിലെ റെസ്റ്റോറൻറ്റിൽ കാണാമെന്ന് പറഞ്ഞു. ഗുഡ്, അവൾ തിരിച്ചെത്തിയല്ലോ. രാജീവ് മേനോന് സമാധാനമായി. 5 മണിക്ക് മേനോൻ കാറിലെത്തിയപ്പോൾ മനീഷ റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുകയായിരുന്നു. മനീഷ, നീ എവിടെയായിരുന്നു? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. മേനോൻ അവളുടെ അടുത്തേക്ക് ചെന്നു. 2 ദിവസം ഞാൻ ഒളിവിലായിരുന്നു സാറേ, അവൾ മന്ത്രിച്ചു. ഇൻസ്പെക്ടർ ബൽറാം എന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോകുമെന്ന് ഞാൻ ഭയന്നു. മേനോൻ 2 കാപ്പിക്ക് ഓർഡർ കൊടുത്തു. കാപ്പി കുടിച്ചപ്പോൾ ഇരുവരുടെയും പിരിമുറുക്കം അല്പം കുറഞ്ഞു. നിനക്കെന്തോ സംഭവിച്ചെന്ന് ഞാൻ പേടിച്ചുപോയി മനീഷ. അപ്പോഴാണ് നീ എനിക്ക് എത്ര വേണ്ടപ്പെട്ടവളാണെന്ന് മനസ്സിലായത്. മേനോൻ പറയുന്നത് നോക്കി അവളിരുന്നു. ആ കണ്ണുകൾ ഒരു ആശ്വാസം തേടുന്നത് പോലെയായിരുന്നു. സത്യത്തിൽ നീ ആരാ മോളെ? എന്താ നിന്റെ പ്രശ്നം? ഞാൻ മനീഷയല്ല സാറേ, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ടെസ്സയാ ഞാൻ, ടെസ്സ തോമസ്. രാജീവ് മേനോൻ ഒരത്ഭുതം കാണുന്നത് പോലെ അവളെ നോക്കി. ഈ ആൾമാറാട്ടം എനിക്ക് കിട്ടിയ കച്ചിത്തുരുമ്പാണ്. അതില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ കൊല്ലപ്പെടുമായിരുന്നു. മേനോൻ നടുക്കത്തോടെ അവളെ നോക്കി നിശ്ചലമിരുന്നു. നാട്ടിൽ അരുവിത്തറ കോളേജിൽ എൻ്റെ സീനിയറായി പഠിച്ചവനാ വിക്ടർ സാം. തെമ്മാടിയാ. ഒരു ദിവസമെങ്കിലും എന്നെ കയ്യിൽ കിട്ടിയാൽ അവൻ കാത്തിരിക്കുകയായിരുന്നു. അവൻ്റെ ഒപ്പമാണ് എന്നെ കൊല്ലാൻ അയച്ചത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവരറിഞ്ഞു. വിക്ടറെ അവരിപ്പോൾ കൊന്നിട്ടുണ്ടാകും. ആര്? മേനോൻ ചോദിച്ചു. രാജീവ് മേനോൻ മനീഷയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ വലിയ കണ്ണുകൾ ശൂന്യതയിലെവിടെയോ ആണ്. ഞാനും സാറിനെ പോലെ മലയാളിയെ സാറേ. എൻ്റെ പപ്പ ഒരു പ്ലാന്ററാണ്, തോമസ്. മമ്മി റോസ്ലിൻ, മനീഷ പറഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ എസ്റ്റേറ്റ് 1500 ഏക്കറ, ഹിൽ വാലി പ്ലാന്റേഷൻ. മേനോൻ അത്ഭുതത്തോടെ അവളെ നോക്കി. 5000 കോടിയോളം ആസ്തിയുണ്ട് ഇവൾക്ക്. വളരെ സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അതിനിടയിലേക്ക് അയാൾ കടന്നു വന്നത്, സക്രിയ എന്ന റബ്ബർ കച്ചവടക്കാരൻ. മനീഷ പറഞ്ഞു. പപ്പായുടെ ഒരു സഹായിയായിട്ടാണ് അയാൾ കൂടിയത്. പിന്നെ പപ്പായുടെ വിശ്വസ്തനായി. ഒരിക്കൽ അയാളുടെ ഭാര്യ വത്സമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. 2 പെൺകുട്ടികളാണ് അവർക്ക്. 10-15 വർഷം മുമ്പായിരുന്നു അത്. മനീഷ ഓർക്കുന്നത് പോലെ അല്പനേരം മിണ്ടാതിരുന്നു. അവർക്ക് പെരുവന്താനത്ത് കുറച്ച് സ്ഥലമുണ്ടെന്നും അതിൽ ആദായമൊന്നുമില്ലെന്നും ആ സ്ത്രീ മമ്മിയോട് പറയുന്നത് ഞാൻ കേട്ടു. കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴാണ് സക്രിയ പാലാക്കി വന്നത്. തോട്ടത്തിൽ കങ്കാണിയായി പണി കിട്ടിയതുകൊണ്ട് ഇപ്പോൾ സമാധാനമായി ജീവിക്കുകയാണ്. മമ്മി മനസ്സലിഞ്ഞ് അവരെ സഹായിക്കുകയും ചെയ്തു. ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു. തോട്ടത്തിലെ കാര്യങ്ങളിലെല്ലാം സക്രിയ പപ്പയെ സഹായിച്ചു. ഒരു വിനീതദാസനെ പോലെ അയാൾ പണി ചെയ്തു. തൊഴിൽ തർക്കങ്ങളും യൂണിയൻ പ്രശ്നങ്ങളും അയാൾ ഇടപെട്ട് ഒതുക്കി തീർത്തു. അക്കാര്യത്തിൽ സക്രിയയ്ക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. മനീഷ ഓർമ്മകളിലേക്ക് ഓടിയിട്ടു. പ്ലാന്റർ തോമസിൻ്റെ വീട്ടിലെ ഓഫീസ് മുറിയിൽ സക്രിയ ബഹുമാനത്തോടെ നിന്നു. മുട്ടിറക്കമുള്ള നിക്കറും കാക്കി ഷർട്ടുമാണ് വേഷം. തലമുടി പറ്റെ വെട്ടിയിരിക്കുന്നു. കട്ടിമീശ. കുളിച്ചിട്ട് ദിവസങ്ങളായെന്ന് കണ്ടാലറിയാം. ജോഗിങ് കഴിഞ്ഞ് വന്നതാണ് തോമസ്. വെള്ള പാൻറ്റും ടീഷർട്ടും ധരിച്ചിരിക്കുന്നു. ടവൽ കൊണ്ട് മുഖം തുടച്ച് സക്രിയയെ നോക്കി. എടാ കറിയാ? എന്തോ? സക്രിയ വിനയാന്വിതനായി. നമ്മുടെ തീക്കോയി എസ്റ്റേറ്റിൽ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. താൻ എന്തെങ്കിലും ചെയ്തോ? മുതലാളി, തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. രാഘവൻ എന്നൊരു ചോട്ട നേതാവുണ്ട്. തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് പിരിവ് വാങ്ങിക്കാനാണ് അവൻ അവരെ ഇളക്കുന്നത്. അതെനിക്കറിയാം. അവൻ ജോലി ചെയ്യില്ല, ചെയ്യുന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്ന് താക്കീത് ചെയ്തിട്ടുണ്ട് മുതലാളി. ഇനി അവൻ പ്രശ്നമുണ്ടാക്കിയാൽ ഞാനവനെ കുത്തിക്കീറും, എന്നിട്ട് ആറ്റിലെറിയും. തല്ലുകയും കൊല്ലുകയുമൊന്നും വേണ്ട. തോമസിനുള്ള പതിവ് ചായയുമായി റോസ്ലിൻ മുറിയിലേക്ക് വന്നു. മുതലാളിക്കെതിരെ ആര് നിന്നാലും ഈ ഞാൻ വെറുതെ വിടൂല കൊച്ചമ്മേ. തിന്ന ചോറിന് നന്ദിയുള്ളവനാ സക്രിയ. തോമസ് ചായ കുടിച്ച ഗ്ലാസ് ഭാര്യയെ ഏൽപ്പിച്ചു. കറിയ, അപ്പുറത്തേക്ക് വാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, റോസ്ലിൻ പറഞ്ഞു. ശരി കൊച്ചമ്മേ, നന്നായി വിശക്കുന്നുണ്ട്. സക്രിയ വയറിൽ തടവിക്കൊണ്ട് റോസ്ലിനെ അനുഗമിച്ചു. വാതിൽക്കൽ നിൽക്കുന്ന ടെസയെ തോമസ് കണ്ടു. മോള് കുളിച്ചോ? തലമുടി നിറയെ വെള്ളമാണല്ലോ. അയാൾ മകളുടെ മുടി ടവൽ കൊണ്ട് തോർത്തി. ചെന്ന് ഭക്ഷണം കഴിച്ച് യൂണിഫോം ഇട്ട് വാ, പപ്പ സ്കൂളിൽ കൊണ്ടാക്കാം. ഹോംവർക്കൊക്കെ ചെയ്തോ? ചെയ്തു പപ്പ. മിടുക്കി. ഇത്തവണ ക്ലാസ്സിൽ ഫസ്റ്റായാൽ നമുക്കൊരു ടൂർ പോകാം. പപ്പ ചുമ്മാ പറയുക. പപ്പയ്ക്ക് എപ്പോഴും തിരക്കല്ലേ? ഏയ്, ഇത്തവണ പപ്പ വാക്കുപാലിക്കും. പപ്പയുടെ മുത്തല്ലേ? അയാൾ അവളെ ചേർത്താണ് ചുമ്മാ വച്ചു. തോമസ് പൂമുഖത്ത് വന്നപ്പോൾ ഡ്രൈവർ കാർ കഴുകി തുടയ്ക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മമ്മിയുടെ മുഖത്തെ മ്ലാനത ടെസ്സ ശ്രദ്ധിച്ചത്. ചിലപ്പോൾ മമ്മി ഏകാന്തതയിൽ തനിച്ചിരിക്കുന്നത് കാണാം. ആ വലിയ വീട്ടിൽ വേലക്കാർ മാത്രമേ ഉള്ളൂ. പപ്പ ഓഫീസിലും തോട്ടത്തിലും ബിസിനസ്സുമായി കൊച്ചിയിലും പോയി കഴിഞ്ഞാൽ മമ്മി തനിച്ചാണ്. ഏതെങ്കിലും ബന്ധുക്കൾ വരുന്നതാണ് ആശ്വാസം. ചിലപ്പോൾ തന്നെയും കൂട്ടി പൂവരണിയിലെ സോളിയാൻറ്റിയുടെ അടുത്ത് പോകും. അല്ലെങ്കിൽ കൊല്ലപ്പള്ളിയിലെ കൊച്ചപ്പൻ്റെ വീട്ടിൽ, ചിലപ്പോഴൊക്കെ ക്ലബ്ബിൽ. ടെസ പഠിച്ചു കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാനായി ഹാളിലേക്ക് വന്നു. രാത്രി 10 മണിയായിരിക്കുന്നു. മമ്മി വെളിയിലേക്ക് നോക്കി ജനലിനടുത്ത് നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാ മമ്മി ഇവിടെ നിൽക്കുന്നേ? ടെസ അടുത്തേക്ക് ചെന്നു. പപ്പ വന്നില്ലല്ലോ. പപ്പ എന്നും താമസിച്ചല്ലേ മമ്മി വരുന്നത്? മമ്മി എന്നിങ്ങനെ കാത്തു നിൽക്കുന്നത് എന്തിനാ? എന്തിനാ മോളെ ഇങ്ങനെ രാത്രിയും പകലും ഓടി നടന്ന് സമ്പാദിക്കുന്നത്? നമ്മളെപ്പറ്റി ഒരു വിചാരവുമില്ല. എപ്പോഴും തിരക്കാ. ആർക്കു വേണ്ടിയാ? മമ്മിയുടെ അമർഷം അവൾക്ക് മനസ്സിലായി. എനിക്ക് മടുത്തു മോളെ. അവൾ മമ്മിയെ കെട്ടിപ്പിടിച്ചു. നല്ല മണമാണ് മമ്മിക്ക്. സുന്ദരിയ മമ്മി. പനങ്കുല പോലെയുള്ള മുടിയിൽ അവൾ തഴുകി.
കാറിൻ്റെ വെളിച്ചം മുഖത്തടിച്ചു. പപ്പ വന്നു. എന്തിനാ തോമാച്ച എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കുന്നത്? പണം മാത്രമാണോ സന്തോഷം? അവരുടെ ബെഡ്റൂമിലെ സംഭാഷണം ടെസ കേട്ടു. ഞാൻ നോക്കിയില്ലെങ്കിൽ അപ്പനുണ്ടാക്കിയ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകൂലേ റോസ്ലിൻ? വിശ്രമമില്ലാതെ ഞാൻ പണിയെടുക്കുന്നത് നീ കാണുന്നില്ലേ? താൻ ചത്തു മീൻ പിടിച്ചിട്ട് എന്താ കാര്യം? എനിക്കൊരു സന്തോഷം വേണ്ടേ? നിനക്കെന്താ റോസ്ലിനെ കുറവ്? തോമസ് എൻ്റെ അടുത്ത് വേണം. പപ്പയുടെ സ്നേഹം മോൾക്ക് വേണ്ടേ? ടെസ വലുതായി വരികയാ. ഓഫീസ് നോക്കാൻ നല്ല മാനേജർമാരെ വയ്ക്കണം. എനിക്കറിയാൻ വേണ്ടി പെണ്ണുപിള്ളേ, നീ ക്ഷമിക്കേ. വേണ്ട ഒരു പുന്നാരം. ഞാൻ നേര് പറഞ്ഞതാ. ടെസ പിന്നെ അവിടെ നിന്നില്ല. കോഫി തണുത്തുപോയി. രാജീവ് മേനോൻ വെയിറ്ററെ വിളിച്ച് 2 കാപ്പി കൂടി പറഞ്ഞു. ഞാൻ അരുവിത്തറയിലും പാല അൽഫോൺസയിലുമാണ് പഠിച്ചത്. അരുവിത്തറ കോളേജിൽ എൻ്റെ സീനിയറായിരുന്നു വിക്ടർ സാം. ഫുട്ബോൾ ചാമ്പ്യനാ. രാഷ്ട്രീയവും അടിപിടിയും അതിനുള്ള കൂട്ടുകാരുമുണ്ട്. പണമുണ്ടെന്ന അഹങ്കാരവും. ടെസയും കൂട്ടുകാരും ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഗാലറികളിൽ കാഴ്ചക്കാരായ സ്റ്റുഡൻസ് ഉണ്ട്. സ്പോർട്ട് ഡ്രസ് ഇട്ട കുട്ടികൾ ഓടുന്നു നോക്കി ആസ്വദിച്ച് കമൻറ്റുകൾ പറയുകയാണ് വിക്ടറും 4-5 കൂട്ടുകാരും. നീന തോമസിൻ്റെ ഷോട്ട് ഉഗ്രൻ. എന്താ സ്റ്റാമിന! ബോൾ പാസ് ചെയ്ത് ചാടിയുയർന്ന് റിങ്ങിലേക്ക് എറിഞ്ഞ നീന തോമസിൻ്റെ ശ്രദ്ധ പതറി. ബോൾ റിങ്ങിൽ തട്ടി വലയ്ക്ക് വെളിയിൽ പോയി. രസദേശത്തോടെ വിക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. വിക്ടർ, മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടോ? വിക്ടറോ? ചേട്ടാന്ന് വിളിക്കണി. ഞാൻ സീനിയറാ. മര്യാദയാണേൽ ആ ബഹുമാനം തരും. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറയടി. അയാളും കൂട്ടുകാരും പൊട്ടിച്ചിരിച്ചു. ടെസ കൈകൾ കൂട്ടിത്തിരുമ്മി ദേഷ്യത്തോടെ പിൻവാങ്ങി. 1 വർഷമായി തൻ്റെ പിന്നാലെ നടക്കുകയാണവൻ. 2 ആഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച കോളേജിൽ സ്ട്രൈക്കായതിനാൽ ടെസ നേരത്തെ വന്നു. അവൾ കാപ്പി കുടിക്കാനായി ഹാളിലേക്ക് പോകുമ്പോഴാണ് പപ്പയുടെ മുറിയുടെ വാതിൽ തുറന്നത്. ടെസ അമ്പരന്ന് പോയി. സക്രിയ അങ്കിൾ. അയാളൊന്ന് പതറി. പെട്ടെന്ന് പരിഭ്രമം മറച്ചു വെച്ച് ചിരിച്ചു. ആ, ടെസമോൾ എപ്പോൾ വന്നു? അവൾ അയാളെ തുറച്ചു നോക്കി. ഞാൻ പ്രധാനപ്പെട്ട ഒരു ഫയലെടുക്കാൻ വന്നതാ. പോട്ടെ. ടെസ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് ചെന്നു. ബെഡിൻ്റെ അറ്റത്ത് മമ്മി ഇരിക്കുന്നു. ടെസ വന്നെന്നറിഞ്ഞിട്ടും മുഖം കൊടുത്തില്ല. ആ ഇരിപ്പിൽ ഒരു പന്തിക്കേട് അവൾക്ക് തോന്നി. മമ്മിയുടെ മുടിയും സാരിയും ഒന്ന് ഒലിഞ്ഞിട്ടുണ്ട്. അവളുടെ നട്ടലിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. മമ്മി, എന്തിനാ അങ്കിൾ ഇവിടെ വന്നത്? റോസിലെ മുഖം തിരിച്ചില്ല. മമ്മിയോടാ ചോദിച്ചത്. ടെസ അടുത്തേക്ക് ചെന്നു. ഫയൽ എടുക്കാൻ വന്നതാ. ഫയൽ ബെഡ്റൂമിലാണോ ഇരിക്കുന്നത്? ഓഫീസിലല്ലേ? ഇവിടെ ചില ഫയലുകളുണ്ട്. അതിന് അയാൾ ഈ ബെഡ്റൂമിൽ കയറണോ? എടുത്തു കൊടുത്താൽ പോരായിരുന്നോ? ടെസ ദേഷ്യപ്പെട്ടു. എനിക്കറിയില്ല. നോക്കി എടുത്തുകൊണ്ട് ചെല്ലാൻ നിന്റെ പപ്പയാ പറഞ്ഞു വിട്ടത്. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിന്റെ പപ്പയോട് ചോദിക്കേ. മമ്മി ചാടി എണീറ്റു. സമൃദ്ധമായ മുടി അഴിഞ്ഞുലഞ്ഞു. ടെസ റോസിലിനെ തുറച്ചു നോക്കി. പിന്നെ മുറിവിട്ട് പോയി. ഹാളിലെത്തി അവൾ പപ്പായ്ക്ക് ഫോൺ ചെയ്തു. ആ മോളോ, നീ കോളേജിൽ നിന്ന് വന്നോ? എന്തെങ്കിലും എടുക്കാൻ പപ്പ സക്രിയ അങ്കിളിനെ എങ്ങോട്ട് വിട്ടിരുന്നോ? വിട്ടു. ടാക്സിൻ്റെ കുറേ പേപ്പറുകളാ. എന്നാ മോളെ? ഒന്നുമില്ല. ടെസ ഫോൺ വെച്ചു. അവൾ ദേഷ്യത്തോടെ മേശപ്പുറത്ത് ഇടിച്ചു. ശബ്ദം കേട്ട് വേലക്കാരിയോടെ ഒന്ന് നോക്കി. മനീഷയും രാജീവ് മേനോനും കലാ അക്കാദമിയുടെ മുന്നിലെ റോഡിലൂടെ നടന്നു. ഒരു കാർ വന്ന് സ്ലോ ചെയ്യുന്നത് രാജീവ് മേനോൻ കണ്ടു. കാറിൻ്റെ ഗ്ലാസ് താണു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ജ്യോതി തന്നെയും മനുഷ്യയെയും നോക്കുന്നു. 1 മിനിറ്റ്. പിന്നെ കാർ വേഗത്തിൽ ഓടിപ്പോയി. അത് ആദ്യത്തെ അനുഭവമല്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. മമ്മി എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായി തോന്നി. സക്രിയയ്ക്ക് ഒരു കുലുക്കവുമില്ലായിരുന്നു. എൻ്റെ നേരെയുള്ള നോട്ടത്തിന് മാറ്റം വന്നതുപോലെ. പപ്പായെ ഓർക്കുമ്പോഴായിരുന്നു എനിക്ക് വിഷമം. ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചു, മനീഷ പറഞ്ഞു. ഞായറാഴ്ച പപ്പയോടൊപ്പം സെൻറ്റ് ജൂഡ് പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ടെസ പറഞ്ഞു. പപ്പ, എന്നാ മോളെ? നിനക്ക് എന്തായാലും വാങ്ങിക്കണോ? പപ്പ, നമുക്കിനി സക്രിയ വേണ്ട. പിന്നിലിരിക്കുന്ന മമ്മിയുടെ ഞെട്ടൽ അവൾ മിററിൽ കണ്ടു. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? പപ്പ, അയാൾക്കിപ്പോൾ ഭയങ്കര അഹങ്കാരമാണ്. ഹിൽവാലി എസ്റ്റേറ്റ് അയാളുടെയാണെന്നാ ഭാവം. ഏയ്, നിനക്ക് തോന്നുന്നതാ. തോമസ് ചിരിച്ചു തള്ളി. അയാളെപ്പോലെ വിശ്വസ്തനായ ഒരാളെ കിട്ടില്ല മോളെ. ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. 1 രൂപയുടെ കള്ളത്തരം കാണിക്കില്ല. കാർ വീട്ടുമുറ്റത്ത് നിന്നു. ടെസയ്ക്ക് ആത്മനിന്ദ തോന്നി. പപ്പയോട് എങ്ങനെ പറയും? പിറ്റേന്ന് വീട്ടിൽ വന്നപ്പോൾ സക്രിയ ടെസയെ കണ്ടു. ടെസ മോളെ എന്നെപ്പറ്റി പപ്പയോട് പറഞ്ഞു അല്ലേ? സാരമില്ല, അങ്കിൾ ക്ഷമിച്ചു. എനിക്ക് മോളെ വലിയ ഇഷ്ടമാണ്. അയാൾ ചിരിച്ചു. അയാളെ പുറത്താക്കിയില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. പക്ഷേ എങ്ങനെ അയാളെ പുകച്ചു ചാടിക്കും? ആരെ കൂട്ടുപിടിക്കും? ടെസ ആലോചിച്ചു. വെള്ളിയാഴ്ച ക്ലാസ് നടക്കുമ്പോൾ ഡ്രൈവർ കാറുമായി കോളേജിലെത്തി. അറ്റൻഡർ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോയി. എന്നാ ഭാസ്കര നേരത്തെ വന്നത്? അവൾ ഡ്രൈവറോട് തിരക്കി. വേഗം കയറും മോളെ. തോമസ് സാറിന് ഒരു ആക്സിഡൻറ്റ് പറ്റി. എന്താ ആക്സിഡൻറ്റ്? പപ്പയ്ക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും അറിയില്ല മോളെ. മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെല്ലാൻ സക്രിയ സാർ പറഞ്ഞു വിട്ടതാ. കാർ വായിക്കുമ്പോൾ ഭാസ്കര പറഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ പപ്പ. അവൾ അറിയാവുന്ന നമ്പറിലൊക്കെ വിളിച്ചു. എല്ലാ ഫോണുകളും ബിസിയാണ്. ഹോസ്പിറ്റലിന് മുന്നിൽ കാർ നിന്നു. എൻ്റെ മോളെ. മമ്മിയുടെ നടക്കുന്ന നിലവിളിയാണ് അവളെ സ്വീകരിച്ചത്. മമ്മി. ടെസയുടെ അടുത്തേക്ക് വന്ന റോസലിൻ മോഹാലിസ്യപ്പെട്ടു വീണു. ടെസ കാഷ്വാലിറ്റിയിലേക്ക് ഓടിച്ചെന്നു. സക്രിയയെയും ഓഫീസ് സ്റ്റാഫുകളെയും കണ്ടു. ട്രീറ്റ്മെൻറ്റ് ടേബിളിൽ ചോരക്കളം. ഒരു സ്ട്രെച്ചറിൽ തലക്കീഴായി കിടക്കുന്ന ബോഡി ടെസ കണ്ടു. പപ്പ. ഹോസ്പിറ്റൽ നടുങ്ങി.
മോഹാലിസപ്പെട്ട് വീഴാൻ തുടങ്ങിയ ടെസയെ സക്രിയ പിടിച്ചു. അങ്കിളെ, എൻ്റെ പപ്പ, അവൾ നിലവിളിച്ചു. സക്രിയ അവളെ കാഷ്വാലിറ്റിക്ക് പുറത്തെ കസേരയിൽ കൊണ്ടുവന്നിരുത്തി. അപ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കേട്ടറിഞ്ഞ് എത്തിക്കൊണ്ടിരുന്നു. ആരൊക്കെയോ ടെസയെയും റോസിലിനെയും ആശ്വസിപ്പിച്ചു. എനിക്ക് എൻ്റെ പപ്പയെ കാണണം. ടെസ കരഞ്ഞുകൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് ഓടാൻ തുനിഞ്ഞു. ഒരാൾ അവളെ തടഞ്ഞു. ടെസ അങ്ങോട്ട് പോകണ്ട, കണ്ടാൽ തനിക്ക് സഹിക്കൂല. വിക്ടർ സാമായിരുന്നു അത്. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് കസേരയിലിരുത്തി. കോളേജിലെ ഫ്രണ്ട്സും ചുറ്റും നിൽക്കുന്ന അവൾ കണ്ടു. സക്രിയ പല കാര്യങ്ങൾക്കായി ഫോൺ ചെയ്തുകൊണ്ട് നടക്കുന്നു. മമ്മി ജീവനില്ലാത്തപോലെ അടുത്തിരിപ്പുണ്ട്. സന്ധ്യയായപ്പോൾ ഇൻസ്പെക്ടർ ബൽറാം അടുത്തു വന്ന് മമ്മിയോട് പറഞ്ഞു, തീക്കോയിൽ വെച്ച ആക്സിഡന്റ് ഉണ്ടായത്. റബ്ബർ തടിയുമായി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ലോറിയുടെ ബ്രേക്ക് പോയതാ. ടെസ അയാളെ നോക്കി. ലോറിയും ഡ്രൈവറെയും ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. തൻ്റെ ജോലി കഴിഞ്ഞു എന്ന മട്ടിൽ ബൽറാം പോയി. ബ്രേക്ക് പോയ ഒരു ലോറി തൻ്റെ പപ്പയുടെ ജീവനെടുത്തു. ഇനി തനിക്ക് പപ്പയെ ജീവനോടെ കാണാൻ പറ്റില്ല. അവളുടെ മനസ്സ് തേങ്ങി. അന്ന് രാത്രി തന്നെയും മമ്മിയെയും ആശ്വസിപ്പിക്കാനായി സക്രിയയും ബന്ധുക്കളുമെല്ലാം വീട്ടിലുണ്ടായിരുന്നു. രാത്രി വൈകുന്നതുവരെ വിക്ടർ സാമും കൂട്ടുകാരും ഉണ്ടായിരുന്നു. പിറ്റേന്ന് കത്തീഡ്രൽ പള്ളിയിലായിരുന്നു ശവസംസ്കാരം. സെമിത്തേരിയിൽ വന്ന ജനസമുദ്രം കണ്ടപ്പോഴാണ് പ്ലാന്റർ തോമസ് പാലക്കാർക്ക് എത്ര പ്രിയപ്പെട്ടവനായിരുന്നെന്ന് ടെസയ്ക്ക് മനസ്സിലായത്. പിന്നീടുള്ള ദിവസങ്ങളിൽ സക്രിയ എപ്പോഴും വീട്ടിലുണ്ടാകും. തോട്ടത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി മമ്മിയുമായി ചർച്ച ചെയ്യും. ആശ്വാസവാക്കുകൾ പറയും. ടെസ കോളേജിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു. ഇനി പപ്പ തന്നെ മോളെന്ന് വിളിക്കില്ല. തന്നെ ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ ഉമ്മ തരില്ല. ടെസ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. മോളെ, സക്രിയ അടുത്ത് നിൽക്കുന്നു. ഇങ്ങനൊരു ദുർവിധി ഉണ്ടാകുമെന്ന് ആരെ കരുതിയത്? ആയുസ് ദൈവം തരുന്നതല്ലേ. ടെസ മോൾ കരയണ്ട. എന്തു കാര്യത്തിനും അങ്കിള് കൂടെ ഉണ്ടാകും. അയാൾ അവളുടെ ശിരസിൽ തഴുകി. അയാളെ കാണുന്നത് തന്നെ ഇഷ്ടമില്ലാതിരുന്നിട്ടും അപ്പോഴാ കൈ തട്ടി മാറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മമ്മി സാധാരണ നിലയിലേക്ക് വന്നെന്ന് അവൾക്ക് തോന്നി. സക്രിയ വരുമ്പോഴൊക്കെ മമ്മി ഓഫീസ് മുറിയിൽ അയാളുമായി സംസാരിച്ചിരിക്കും. അയാൾ മമ്മിയുടെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒരിക്കൽ സക്രിയ പോയി കഴിഞ്ഞപ്പോൾ അത് ചോദിക്കുകയും ചെയ്തു. മമ്മി എന്തിനാ അയാളെ കൂടുതൽ അടുപ്പിക്കുന്നത്? എനിക്കത് ഇഷ്ടമല്ലെന്ന് മമ്മിക്കറിയില്ലേ? മോളെ, സക്രിയ പപ്പയുടെ വിശ്വസ്തനായിരുന്നു. മോൾക്കറിയാലോ, ഓഫീസിലെയും തോട്ടത്തിലെയും എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് സക്രിയയ്ക്കാണ്. നമുക്കിപ്പോൾ അയാളുടെ സഹായം ആവശ്യമാണ്. നമുക്കല്ല, മമ്മിക്ക് അയാളെ കൊണ്ട് ആവശ്യം. ടെസ ദേഷ്യപ്പെട്ടു. അയാളെ പുറത്താക്കാനുള്ള വഴി ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് പപ്പായ്ക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത്. അത് അയാൾക്കിവിടെ ആധിപത്യം സ്ഥാപിക്കാനൊരു അവസരമായി. എന്നാൽ നീ പോയി എല്ലാം നോക്കി നടത്തടി. ഞാൻ നടത്തും. അതിനുള്ള അറിവും പ്രായവുമൊക്കെ എനിക്കുണ്ട്. പപ്പ ഉണ്ടാക്കിയതിൻ്റെ എല്ലാം അവകാശം ഞാനാ. അപ്പോൾ ഞാനോടി? മമ്മി എന്താ ചെയ്തത്? പപ്പയെ ചതിച്ചതോ? റോസിലിൽ നിന്ന് കിതച്ചു. ഞാനെല്ലാം പപ്പയോട് പറയാൻ പോവുകയായിരുന്നു. അപ്പോഴതുണ്ടായത്. എൻ്റെ പപ്പ. ടെസയുടെ കണ്ണുകൾ നിറഞ്ഞു. പപ്പ പ്ലാന്റേഷൻ്റെയും പണത്തിൻ്റെയും പുറകെ നടന്ന പ്ലാന്റർ തോമസ് പാവപ്പെട്ട ഭാര്യയെ മറന്നു കളഞ്ഞത് നീ എന്താ മനസ്സിലാക്കാത്തത്? ടെസ മമ്മിയെ നോക്കി. അയാൾ പപ്പായുടെ വിശ്വസ്തനല്ല, ഏറ്റവും വലിയ ചതിയനായിരുന്നു. തുറന്നു കിടന്ന വാതിൽ നോക്കി ടെസ പറഞ്ഞു. വിശ്വസ്തനായി അഭിനയിച്ചുകൊണ്ട് ചതിച്ചു. പാവം പപ്പ ഒന്നും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ സക്രിയയെ കൊന്ന് കൊക്കയിലെറിഞ്ഞേനെ. ടെസയുടെ മുന്നിൽ വാതിൽ ശക്തിയായി അടഞ്ഞു. വൈകിട്ട് ടെസയെ കാണാൻ കൂട്ടുകാർ വന്നപ്പോൾ വിക്ടറും കൂടെയുണ്ടായിരുന്നു. നീ കോളേജിൽ വരുന്നതുവരെ ഓഫീസിൽ ചെന്ന് എല്ലാം ഒന്ന് കണ്ടുപിടിക്കുക, വിക്ടർ പറഞ്ഞു. പിറ്റേന്ന് ടെസ ഓഫീസിൽ പോയി. സക്രിയയ്ക്ക് സന്തോഷമായി. ഫുൾ ഫർണിഷ് ചെയ്ത പപ്പയുടെ മുറിയിൽ അയാൾ അവളെ ഇരുത്തി. സ്റ്റാഫിനെ പരിചയപ്പെടുത്തി. എല്ലാവർക്കും ടെസയോട് സഹതാപത്തിൽ പൊതിഞ്ഞ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അവരെല്ലാം പ്ലാന്റർ തോമസിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ടെസയ്ക്ക് അവിടെ ഒരു പരിചയക്കാരിയെ കിട്ടി. അക്കൗണ്ടൻറ്റ് രാഖി. അവളുടെ ക്ലാസ്മേറ്റ് രാഖിയുടെ അമ്മയാണ്. കാൻറ്റീനിൽ നിന്ന് ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രാഖി പറഞ്ഞു, എനിക്ക് ടെസയോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ആൻറ്റി, പറയ്. ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. നാളെ ഞായറാഴ്ചയല്ലേ, വീട്ടിൽ വന്നാൽ കാണുമോ? ഒരു 10 മണിക്ക് കാണാം. സക്രിയ അങ്കിള് പപ്പയുടെ വിശ്വസ്തന അല്ലേ ചേച്ചി? അതെ, വളരെ വിശ്വസ്തന. ഭക്ഷണം കഴിക്കുന്ന മറ്റുള്ളവരെ നോക്കിയിട്ട് രാഖി ഒന്ന് ചിരിച്ചു. കൃത്യസമയത്ത് തന്നെ രാഖി സ്കൂട്ടർ ഓടിച്ച് ടെസയുടെ വീട്ടിലെത്തി. രാഖിയെ മുറിയിൽ കൊണ്ടുപോയി വാതിലടച്ച് കുറ്റിയിട്ടു ടെസ. എൻ്റെ മോളുടെ കൂട്ടുകാരിയായതുകൊണ്ടും എനിക്ക് ടെസയെ മോളെ പോലെ ആയതുകൊണ്ടുമാണ് ഞാനിത് പറയുന്നത്. മറുചെവി അറിയരുത്. ഇല്ല ആൻറ്റി. ടെസേ, സാറ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ 6 മണിയായി. സ്റ്റാഫെല്ലാം പോയി കഴിഞ്ഞിരുന്നു. തോമസ് സാറിൻ്റെ ഓഫീസിൽ നിന്ന് ഉറക്കെയുള്ള സംസാരം കേട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. ഒരു ജനൽ അടച്ചിട്ടില്ലായിരുന്നു. ടെസ ശ്വാസമടക്കി കേട്ടിരുന്നു. രാഖി ജനലിലൂടെ അകത്തേക്ക് നോക്കി. അച്ചായ, ഒരബദ്ധം പറ്റിപ്പോയതാ, ക്ഷമിക്കണം. തോമസിൻ്റെ മുന്നിൽ നിന്ന് വിറയ്ക്കുകയാണ് സക്രിയ. അബദ്ധമോ? 3.5 കോടി രൂപ മോഷ്ടിച്ചതാണോടാ അബദ്ധം? തോമസ് മേശവലിപ്പിൽ നിന്ന് പിസ്റ്റൾ വലിച്ചെടുത്തു. അതുകൂടാതെ നീ എൻ്റെ കുടുംബത്തിൽ കയറി ചൊറിയുന്നോടാ നായെ. തെണ്ടിയായി എൻ്റെ മുന്നിൽ വന്നെന്ന് യാചിച്ച നിന്നെ മാനേജരാക്കിയ എന്നോട് ചെയ്യാൻ കൊള്ളാവുന്നതാണോടാ ഇത്? തോമസ് നിറയൊഴിച്ചു. രാഖി വിറച്ചുപോയി. സക്രിയയുടെ നിലവിളി അവിടെ കേട്ടു. ഭാഗ്യത്തിന് വെടികൊണ്ടില്ല. മുതലാളി, കൊല്ലല്ലേ. ഞാൻ മുഴുവൻ പൈസ തിരിച്ചു തരാം. പിന്നെ ഈ നാട് വിട്ട് പോയിക്കോളാം.
സക്രിയ ആലിലെ പോലെ വിറച്ചുകൊണ്ട് കരഞ്ഞു. അറിയാതെ മൂത്രമൊഴിച്ചു പോയി അയാൾ. തോമസ് അയാളുടെ കഴുത്തിന് പിടിച്ച് മുഖം ഭിത്തിയിലിട്ട് ഉരച്ചു. പിന്നെ മൂലയിലേക്ക് തള്ളി. സക്കറിയ മൂലയിൽ ചുരുണ്ടുകൂടിയിരുന്ന് കൈകൂപ്പി. അയാൾക്ക് കരയാൻ ശബ്ദമുണ്ടായിരുന്നില്ല. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ മുഴുവൻ പണവും തരണം. തരാം, മുഴുവനും തരാം. പിന്നെ എൻ്റെ കൺമുന്നിൽ വരരുത്. ഇല്ല, ഈ നാട്ടിൽ നിന്ന് പോയിക്കോളാം. എന്നാൽ പോടാ. സക്രിയയുടെ മുഖത്തൊരു ചവിട്ടുകൂടി കൊടുത്ത് തോമസ്. സക്രിയ ജീവനം കൊണ്ട് ഓടി വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി. രാഖി അയാൾ കാണാതെ മറഞ്ഞു നിന്നു. പണത്തിൻ്റെ കാര്യമല്ലാതെ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാർ ഇത്രയും ദേഷ്യപ്പെട്ട് ഒരിക്കലും കണ്ടിട്ടില്ല, രാഖി പറഞ്ഞു. വീടുമായി ബന്ധപ്പെട്ട് എന്തോ ആണെന്ന് തോന്നുന്നു. ടെസ മുഖത്തെ രക്തം മുഴുവൻ വാർന്നതുപോലെ ഇരുന്നു. ആ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് തോമസ് സാർ ആക്സിഡൻറ്റിൽ മരിച്ചത്. ഇത് ടെസയോട് പറഞ്ഞില്ലെങ്കിൽ എന്നോട് കൂടി മണ്ണടിയും. മറ്റാരോട് പറയാൻ എനിക്ക് ധൈര്യമില്ല. മോളിത് അറിഞ്ഞിരിക്കണം. വിശ്വസ്തനായ സക്രിയ ആരാണെന്ന് മോൾക്ക് മനസ്സിലായില്ലേ? ഇനി ഞാൻ പോകുക. രാഖി എഴുന്നേറ്റു. സ്കൂട്ടറിൻ്റെ ശബ്ദം അകന്നു പോകുന്നത് അവൾ കണ്ടു. ആരാ മോളെ ഇപ്പോൾ പോയത്? റോസിലി മുറിയിലേക്ക് വന്നു. എൻ്റെ കൂട്ടുകാരി ലാഗിയുടെ അമ്മയാണ്. അവർ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫല്ലേ? അതെ. എന്തിനാ അവർ മോളെ കാണാൻ വന്നത്? പേഴ്സണലായൊരു കാര്യമുണ്ടായിരുന്നു മമ്മി. റോസിലി മകളെ അല്പനേരം നോക്കി നിന്നു. പിന്നെ പുറത്തിറങ്ങി വാതിലടച്ചു. മമ്മി വാതിലിന് വെളിയിൽ നിൽക്കുകയായിരുന്നോ? അവൾ സംശയിച്ചു. താൻ പറയാതിരുന്നത് പപ്പ അറിഞ്ഞോ? അവളുടെ നട്ടലിലൂടെ ഒരു മരവിപ്പ് പാഞ്ഞുപോയി. രാഖി ചേച്ചി പറയാതെ പറഞ്ഞ ഒന്നുണ്ട്. പപ്പയുടെ മരണം ആക്സിഡൻ്റ് അല്ല. അത് ചെയ്തത് പപ്പയുടെ വിശ്വസ്തനാണ്. പിറ്റേന്ന് ഓഫീസിൽ പോകാനിറങ്ങിയ ടെസയോട് റോസിലിൻ ചോദിച്ചു. മോള് ഓഫീസിലേക്കാണോ? അതെ. പോയി വാ. ഓഫീസിലെത്തിയപ്പോൾ ആൾക്കൂട്ടം കണ്ടു. കരിങ്കൊടിയും. എന്താ ഇവിടെ പ്രശ്നം? ടെസ കാറിൽ നിന്നിറങ്ങി സെക്യൂരിറ്റിയോട് ചോദിച്ചു. നമ്മുടെ ഒരു സ്റ്റാഫ് സൂയിസൈഡ് ചെയ്തു മോളെ. റബ്ബർ മരത്തിൽ തൂങ്ങി. സക്രിയ അവളുടെ അടുത്തേക്ക് വന്നു. ആര്? അക്കൗണ്ടൻറ്റ് രാഖി. ടെസ നടുങ്ങി വിറച്ച് സക്രിയയെ നോക്കി. തൂങ്ങിച്ചത്തതൊന്നുമല്ല. 15 അടി ഉയരത്തിലാണ് ശവം തൂങ്ങിക്കിടക്കുന്നത്. കൊന്നു കെട്ടി തൂക്കിയതാ. ഞാൻ ശവം കണ്ടു, സെക്യൂരിറ്റി പറഞ്ഞു. മമ്മി പറഞ്ഞത് അവൾ ഓർത്തു. പോയി വാ. രാഖി ചേച്ചിയുടെ വീട്ടിലേക്ക് വിട്. ടെസ തിടുക്കത്തിൽ കാറിൽ കയറി. പൂവർണിയിലെ ഗ്രാമാന്തരീക്ഷത്തിലാണ് ആ വീട്. ഒരിക്കലും അവിടെ പോയിട്ടുണ്ട് ടെസ. റബ്ബർ മരങ്ങളുടെ തണുപ്പ് തങ്ങി നിൽക്കുന്ന അന്തരീക്ഷം. മഴ പെയ്ത വെള്ളം റോഡിലും ഓടയിലും. വീടിന് മുന്നിലെത്തിയപ്പോൾ ആളുകളുടെ തിരക്കും വാഹനങ്ങളും കണ്ടു. ടെസ കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് ചെന്നു. പോലീസ് ജീപ്പും ആംബുലൻസും കിടക്കുന്നുണ്ട്. ഓഫീസിലെ സ്റ്റാഫിനെയും കോളേജിലെ കൂട്ടുകാരെയും ടെസ കണ്ടു. എന്തിനാ രാഖി തൂങ്ങിച്ചത്തത്? തൂങ്ങിയതൊന്നുമല്ല, കൊന്ന് കെട്ടി തൂക്കിയതാ. കണ്ടോ? ആ റബ്ബറിൻ്റെ 10 അടിയോളം ഉയരത്തിലാ ഏരം. അവിടെ കെട്ടിത്തൂക്കിയത്. ആരാ അവരെ കൊന്നത്? ആർക്കറിയാം. പോലീസ് അന്വേഷിക്കും. പല അഭിപ്രായങ്ങൾ കേട്ടു. റബ്ബർ മരങ്ങൾക്കിടയിൽ പോലീസുകാർ ടേപ്പുമായി നടന്ന് അളവെടുക്കുന്നതും കുറിച്ചെടുക്കുന്നതും ടെസ കണ്ടു. എല്ലാത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് ഇൻസ്പെക്ടർ ബൽറാം മുന്നിലുണ്ട്. പോലീസുകാർ മഹസർ തയ്യാറാക്കുക. വിക്ടർ അടുത്തു വന്നു. ലേഖയെ കണ്ടോ? ടെസ ചോദിച്ചു. അവൾ കരഞ്ഞു തളർന്ന് വീടിനകത്തുണ്ട്. ആ മരത്തിലാണ് തൂങ്ങിയത്. മുറ്റത്തിന് മുകളിലെ തോട്ടത്തിലെ മരത്തിൽ പ്ലാസ്റ്റിക് കയർ ടെസ കണ്ടു. അത് അറുത്തു മുറിച്ചാണ് ബോഡി താഴെ ഇറക്കിയത്. ടെസ അവിടേക്ക് ചെന്നു. ഒന്ന് വേഗമാവട്ടെടോ. ബൽറാം പോലീസുകാരെ നോക്കി തിടുക്കം കൂട്ടി. ചിരട്ടപ്പാൽ മറിഞ്ഞു കിടക്കുന്ന പുല്ലിൽ കിടക്കുന്ന രാഖിയെ ടെസ ഒരു നോക്ക് കണ്ടു. പാതി തുറന്ന കണ്ണുകൾ തന്നെ നോക്കുകയാണെന്ന് ടെസയ്ക്ക് തോന്നി. ബൽറാം ടെസയെ കണ്ട് അടുത്തു വന്നു. ക്ലിയർ സൂയിസൈഡാ. കഴുത്തിൽ കുരുക്കിട്ട് ചാടിയപ്പോൾ ഒന്ന് പിടച്ചതുപോലുമില്ല. ആ വീഴ്ചയിൽ ജീവൻ പോയി. ടെസ അയാളെ നോക്കി. ചേച്ചി എങ്ങനെയാ അത്രയും മുകളിൽ കയർ കെട്ടിയത്? ബൽറാം ഒന്ന് പതറി. പിന്നെ പെട്ടെന്ന് പറഞ്ഞു. മരിക്കാൻ തീരുമാനിച്ചാൽ ഏതു വിധത്തിലും അത് ചെയ്തിരിക്കും. അത് ഞങ്ങൾ അന്വേഷിച്ചോളാം. പോലീസിൻ്റെ ഡ്യൂട്ടിയിലൊന്നും ഇടപെടണ്ട. അയാളുടെ ശബ്ദം ഗൗരവത്തിലായി. ഇനി അതേപ്പറ്റി മിണ്ടരുതെന്നാണ് സൂചന. ടെസ അവിടെ നിന്നില്ല. ലാഗയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ കരഞ്ഞു തളർന്ന് ഇരിക്കുകയാണ്. രേഖയെ സമാധാനിപ്പിക്കാൻ തനിക്ക് യോഗ്യതയില്ലെന്ന് ടെസയ്ക്ക് തോന്നി. ഇന്നലെ രാഖി ചേച്ചി ആ രഹസ്യം തന്നോട് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്നിത് സംഭവിച്ചത്. ലേഖയെ, എന്താടി നടന്നേ? ടെസ അവളെ ചേർത്ത് പിടിച്ചു. എനിക്കറിയില്ല ടെസേ. ഞാൻ എഴുന്നേറ്റപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അച്ഛന് നൈറ്റ് ഡ്യൂട്ടി ആയതിനാൽ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തേങ്ങലിനിടയിൽ ലേഖ പറഞ്ഞു. ലേഖയുടെ അച്ഛന് ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിലാണ് ജോലി. സമയം 8 മണിയായി കാണും. ഞാൻ അമ്മയെ കാണാതെ മുറ്റത്തിറങ്ങി ചെന്ന് വിളിച്ചു. മഴയായതിനാൽ റബ്ബർ വെട്ടുന്നില്ല. തോട്ടത്തിൽ നിന്ന് പശുവിനെ പുല്ല് പറിക്കാൻ വന്ന ദേവിക ചേച്ചിയുടെ നിലവിളിയാണ് അന്നേരം കേട്ടത്. നോക്കിയപ്പോൾ അമ്മ തൂങ്ങി നിൽക്കുന്നു. പച്ചമുള ചീന്തുന്ന പോലെ പൊട്ടിക്കരഞ്ഞ ലേഖയെ സമാധാനിപ്പിച്ചു. അമ്മ എപ്പോഴാണ് പുറത്തിറങ്ങിയത്? അമ്മ കൃത്യം 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കും. മറ്റൊന്നും എനിക്കറിയില്ല ടെസേ. എൻ്റെ അമ്മേ. അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കണ്ണീരൊഴുക്കി. രാഖിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി പോലീസ് ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. രാഘവേട്ടൻ വരാന്തയിലെ തൂണിൽ ചാരി നിൽക്കുന്നു. രേഖയുടെ അച്ഛനാണ്. ജീവനില്ലാത്ത പോലെയാണ് നിൽപ്പ്. മുമ്പ് താനിവിടെ വന്നപ്പോൾ ആ കുടുംബം എത്ര സന്തോഷത്തിലായിരുന്നു. ടെസ അടുത്ത് ചെന്ന് രാഘവൻ്റെ ചുമലിൽ കൈവച്ചു. അയാൾ മുഖം തിരിച്ച് അവളെ നോക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞങ്ങൾ അനാഥരായിപ്പോയി മോളെ. രാഘവൻ അവളുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ച് തേങ്ങി. ടെസയുടെ കണ്ണുകൾ നിറഞ്ഞു. അതുവരെ പിടിച്ചു നിർത്തിയ സങ്കടം അണപ്പൊട്ടിയൊഴുകി. മനീഷയുടെ ശബ്ദം പതറിയത് രാജീവ് മേനോൻ കണ്ടു. പപ്പായും സക്രിയയും തെറ്റിപ്പിരിഞ്ഞതും സക്രിയയെ അടിച്ച് ചുരുട്ടി കൂട്ടിയതും രാഖി പറഞ്ഞതുകൊണ്ടാണ് അവളോട് പ്രതികാരം ചെയ്തത് അല്ലേ?
ഉം, മനീഷ തലയിളക്കി. അതിനൊരു സാക്ഷി റോസ്ലിൻ മാത്രം. അവർ സക്രിയയെ അക്കാര്യം അറിയിച്ചിരിക്കുമോ? അല്ലാതെ ഇങ്ങനെ സംഭവിക്കുമോ സാറേ? ഹയാത്ത് ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലായിരുന്നു അവർ സ്ഥിരമായി ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ. ഒരു കോഫി കൂടി വന്നു. കോഫി കുടിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഒരു ഉണർവ് വന്നു. അതിനെപ്പറ്റി റോസിനോട് ചോദിച്ചില്ലേ? മേനോൻ മനീഷയെ നോക്കി. ചോദിച്ചു. ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. മനീഷയുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഇരമ്പി വന്നു. വീട്ടിലെത്തിയപ്പോൾ ടെസയെ കാത്തു നിൽക്കുകയായിരുന്നു റോസ്ലിൻ. എന്താ മോളെ, രാഖി ആത്മഹത്യ ചെയ്യാൻ കാരണം? ടെസയുടെ ക്ഷമയേറ്റിരുന്നു. മമ്മിയുടെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നെഞ്ചിൽ കൈവച്ച് പറയാമോ രാഖി ചേച്ചി തൂങ്ങി മരിച്ചതാന്ന്? അല്ലേ? അല്ലെങ്കിൽ അത് പോലീസുകാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. നീ എന്തിനാ വിഷമിക്കുന്നത്? മമ്മിയുടെ കള്ളത്തരമൊക്കെ പപ്പ കണ്ടുപിടിച്ചിരുന്നു. 3.5 കോടി രൂപ സക്രിയെ കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ചു. അത് കണ്ടുപിടിച്ച പപ്പ അയാളെ തല്ലി കൊല്ലാനായി തോക്കെടുത്തു. അയാൾ ജീവൻ ഇരുന്നു വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസം പപ്പയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. കോടതിയിലെ വിസ്താരം പോലെ മകൾ പറഞ്ഞപ്പോൾ റോസ്ലിൻ സ്തംഭിച്ചു നിന്നു. ടെസ തുടർന്നു. ആ വിവരം രാഖി ചേച്ചി ഇന്നലെ എന്നോട് പറഞ്ഞപ്പോൾ മമ്മി അത് ആ പിശാചിനെ അറിയിച്ചു. രാത്രി വെളുക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ ശവം മരത്തിൽ തൂങ്ങി നിന്നു. ഇതിലൊന്നും പ്ലാന്റർ തോമസിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉത്തരവാദിത്വമില്ലെന്ന് പറയരുത്. എനിക്കെന്ത് ഉത്തരവാദിത്തമാടി? ആക്സിഡൻ്റ് ഉണ്ടായതിനും ആത്മഹത്യ ചെയ്തതിനും ഞാനാണോ മറുപടി പറയേണ്ടത്? റോസ്ലിൻ ദേഷ്യത്തോടെ മകളുടെ നേരെ വന്നു. ചോറ് കൊടുത്ത പപ്പയുടെ കൈക്ക് സക്രിയെ കൊത്തി. ദൈവം സാക്ഷിയായി താലി കെട്ടിയ ഭർത്താവിനെ മമ്മി ചതിച്ചു. 25 വർഷം കൂടെ ജീവിച്ച ഭർത്താവിനേക്കാൾ വലുതാണോ മമ്മിക്ക് ഇന്നലെ വന്ന ആ തെണ്ടി കാമുകൻ? ടെസ, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ നിൻ്റെ മമ്മിയാ. റോസ്ലിൻ്റെ കണ്ണ് നിറഞ്ഞു. മമ്മിയുടെ മുതലക്കണ്ണീരൊന്നും എൻ്റെ അടുത്ത് വേണ്ട. മേലാൽ സക്രിയയെ ഈ വീട്ടിൽ കയറ്റരുത്. അയാളുമായി ഒരു ബന്ധവും പാടില്ല. റോസ്ലിൻ ഒന്നും പറഞ്ഞില്ല. മമ്മി ഫോണിലൂടെ ദീർഘനേരം സംസാരിക്കുന്നത് ടെസ കണ്ടു. രാത്രിയിൽ അവർ ഹാളിലിരുന്ന് TV കാണുമ്പോഴാണ് സക്രിയ വന്നത്. അയാൾ ഒരു കവറിൽ നിന്ന് പേപ്പർ എടുത്ത് ടെസയുടെ കയ്യിൽ കൊടുത്തു. ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി രാവും പകലും അധ്വാനിക്കുകയാണ്. എന്നിട്ട് ടെസമോൾക്ക് എന്നെ സംശയമാണ്. അതൊന്ന് വായിച്ചു നോക്കിക്കേ. ടെസ അത് നിവർത്തി വായിച്ചു നോക്കി. മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ്റെ റിപ്പോർട്ട്. തെളിവുകൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നു. രാഖിയുടെ മരണം ക്ലിയർ സൂയിസൈഡാണ്. കൊലപാതകമാണെന്ന് സംശയിക്കത്തക്ക യാതൊരു അടയാളങ്ങളുമില്ല. എന്തിനാ രാഖി ചേച്ചി ആത്മഹത്യ ചെയ്തത്? ടെസ ആ കടലാസ് സക്രിയയുടെ നേരെ എറിഞ്ഞു കൊടുത്തു. അവളല്ലേ കമ്പനിയുടെ അക്കൗണ്ടൻറ്റ്? 3.5 കോടി രൂപ അവർ തിരിമറി കാണിച്ചു വെട്ടിച്ചെടുത്തു. കള്ളം, പച്ചക്കള്ളം. ടെസ ചാടി എണീറ്റു. ചേച്ചിക്ക് എന്തിനാ കോടിക്കണക്കിന് പണം? മിണ്ടാതെ പറയുന്നത് കേൾക്കടി. റോസ്ലിൻ ദേഷ്യപ്പെട്ടു. പണം എത്ര കിട്ടിയാലും മതിയോന്നോ വേണ്ടെന്നോ ആരെങ്കിലും പറയുമോ മോളെ? സക്രിയ ചോദിച്ചു. അവൾ പ്ലാന്റർ തോമസിൻ്റെ വിശ്വസ്തയായി അഭിനയിക്കുകയായിരുന്നു. കള്ളത്തരം തോമച്ചായം പിടിച്ചു. പണം തിരിച്ചു തന്നില്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ പോയി കെട്ടിത്തൂങ്ങി. കള്ളം, പച്ചക്കള്ളം. പപ്പയെ ചതിച്ച് 3.5 കോടി രൂപ തട്ടിച്ചെടുത്തത് നിങ്ങളാണ്. ടെസ കൈ ചൂണ്ടി അലറി. സക്രിയ പെട്ടെന്ന് ക്ഷുഭിതനായി. അയാൾ ആ കൈ തട്ടിക്കളഞ്ഞു. എടി കോപ്പേ, നീ എൻ്റെ നേരെ കൈ ചൂണ്ടുന്നോടി. എനിക്കെന്തിനാ തോമസിൻ്റെ പണം? നീ കണ്ടോടെ നിൻ്റെ പപ്പയുടെ പെട്ടിക്കകത്തു നിന്ന് കൈയിട്ട് വരുന്നത്? സക്രിയ കൈവീശി അവളെ അടിക്കാനായി ചെന്നു. കഴിഞ്ഞ 10 വർഷം നിൻ്റെ പപ്പായ്ക്ക് വേണ്ടി പന്നിയെപ്പോലെ ഞാൻ ഈ തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ മോഷ്ടിച്ചെന്നോ? സക്രിയ അലറി. ടെസ മമ്മിയെ നോക്കി. അടി കൊടുക്കട്ടെ എന്ന മട്ടിൽ നിൽക്കുകയാണ് റോസ്ലിൻ. തോമസ് അച്ചായൻ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ രക്ഷപ്പെട്ടെന്ന് രാഖി കരുതി. പക്ഷേ അച്ചായൻ ഇൻസ്പെക്ടർ ബൽറാമിന് പരാതി കൊടുത്തിരുന്നു. ബൽറാം അവളെ വിളിച്ച് ചോദ്യം ചെയ്തു. അകത്തു പോകുമെന്ന് ഉറപ്പായപ്പോൾ അവൾ തൂങ്ങിച്ചെത്തു. സംശയമുണ്ടെങ്കിൽ നീ ചെന്ന് ഇൻസ്പെക്ടർ ബൽറാമിനോട് ചോദിക്കേ. സക്രിയ നിന്ന് വിറയ്ക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അയാൾ തണുത്തു. എല്ലാ തെളിവുകളും ബൽറാം കാണിച്ചു തരും. അതിനുശേഷം മോള് അങ്കിളിനെ വിശ്വസിച്ചാൽ മതി. എല്ലാം കടകം പറഞ്ഞത് ടെസ കണ്ടു. റോസ്ലിൻ സക്രിയയെ അത്താഴം കഴിക്കാൻ ക്ഷണിച്ചു. ഭക്ഷണം കഴിഞ്ഞാണ് അയാൾ പോയത്. പോകുന്നതിന് മുമ്പ് സക്രിയ ടെസയോട് ക്ഷമാപണം നടത്തി. എനിക്ക് നിയന്ത്രണം വിട്ടുപോയി മോളെ. ഞാനും മനുഷ്യനല്ലേ. വലിയ ആരോപണങ്ങൾ വരുമ്പോൾ ഏതു നിരപരാധിക്കും നിയന്ത്രണം തെറ്റും. മോൾക്ക് എന്നെ വിശ്വസിക്കാം. ടെസ അയാളെ വീഴ്ച നോക്കി. സക്രിയ കാറിൽ കയറി ഓടിച്ചു പോയി. ടെസ കോളേജിൽ പോയി തുടങ്ങി. അവളുടെ ഫൈനൽ എക്സാം കഴിഞ്ഞു. പിന്നീട് മുഴുവൻ സമയവും ഓഫീസിൽ പോയി. ടെസ തനിക്ക് ശക്തമായ ഒരു പിൻബലം വേണമെന്ന് പ്ലാൻ ചെയ്തു. തനിക്ക് കാര്യങ്ങൾ പറയാനും ഉപദേശങ്ങൾ തേടാനും ആളുകൾ വേണം. വിക്ടറോട് അതേക്കുറിച്ച് സംസാരിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. അവൻ തൻ്റെടിയാണ്. അവന് തന്നോട് ആരാധനയുണ്ട്. എന്തു ചെയ്യാൻ മടിയില്ലാത്തവനാണ്. പിന്നെ പപ്പയുടെ അനുജൻ പുന്നൂസ്. കൊച്ചിയിൽ ബിസിനസ്സുകാരനാണ്. തന്നോട് വളരെ സ്നേഹമാണ്. പോകുന്ന വഴി അവൾ പുന്നൂസിനെ വിളിച്ചു. കൊച്ചപ്പ, പപ്പായുടെ ആണ്ടാണ്. എനിക്ക് കൊച്ചപ്പനോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. അതിനെന്താ മോളെ, ഞാൻ 2 ദിവസം നേരത്തെ വരാം. അല്ലെങ്കിൽ നീ കൊച്ചിയിലേക്ക് വാ. വലിയ ദൂരമൊന്നുമില്ലല്ലോ. ശരി കൊച്ചപ്പ. അവൾ കോൾ കട്ട് ചെയ്തു. പിറ്റേന്ന് സക്രിയ വീട്ടിൽ വന്നപ്പോൾ പുതിയ ബെൻസ് കാറിൻ്റെ ഡ്രൈവറെ കണ്ട് ടെസ ഞെട്ടിപ്പോയി. വിക്ടർ. സക്രിയ ഓഫീസ് മുറിയിലേക്ക് പോയി. എടാ, നിനക്ക് നാണമില്ലേ അയാളുടെ ഡ്രൈവറാകാൻ? ടെസ വിക്ടറോട് ചോദിച്ചു. എടി, ഞാൻ നിന്നെ പ്രേമിച്ച് എത്ര നാൾ പുറകെ നടന്നു. നീ എന്നെ അടുപ്പിച്ചോ? എനിക്ക് സ്വന്തമായി സമ്പാദിക്കണം. അപ്പൻ്റെ മുതലൊന്നും വേണ്ട. കറിയച്ചായൻ എത്ര പണം വേണമെങ്കിലും എനിക്ക് തരും. ഇനി അയാളുടെ സപ്പോർട്ട് തനിക്ക് കിട്ടുകയില്ലെന്ന് ടെസയ്ക്ക് ഉറപ്പായി. പറഞ്ഞതുപോലെ തന്നെ പുന്നൂസ് കൊച്ചപ്പം വന്നു. മഹാറാണി ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ സംസാരിച്ചു.
കൊച്ചപ്പ, നമുക്ക് ഈ സക്രിയയെ കമ്പനിയിൽ നിന്ന് പുറത്ത് കളയണം, അല്ലെങ്കിൽ അയാൾ നമ്മളെ പുറത്ത് കളയും. എനിക്കറിയാം മോളെ, ഞാനത് നിന്നോട് സംസാരിക്കാനാണ് വന്നത്. ചേട്ടൻ്റെ ആണ്ട് കഴിയട്ടെ, അതുവരെ നീ ക്ഷമിക്ക്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, പുന്നൂസ് പറഞ്ഞു. ടെസയ്ക്ക് വളരെ ആശ്വാസമായി. കൊച്ചിയിൽ വലിയ അഡ്വക്കേറ്റുമാരും ജഡ്ജിമാരും പോലീസ് ഓഫീസർമാരും കൊച്ചപ്പൻ്റെ സുഹൃത്തുക്കളാണ്. പപ്പയുടെ ആണ്ടിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം റോസ്ലിൻ ടെസയോട് പറഞ്ഞു, മോളെ, നിനക്ക് നമ്മുടെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ സക്രിയ അങ്കിളാണ് എല്ലാം നോക്കി നടത്തുന്നത്. അയാൾക്ക് കഴിവില്ലെങ്കിൽ മറ്റൊരാളെ കണ്ടുപിടിക്കാം. ഞാൻ പുന്നൂസ് കൊച്ചപ്പനോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് വിശ്വസനായ ആൾ വേണം. ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതെന്താ മമ്മി? ഞാൻ സക്രിയയെ വിവാഹം കഴിക്കുകയാണ്. ടെസ സ്തംഭിച്ചു നിന്നുപോയി. താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണത്. മമ്മി എന്താ പറഞ്ഞത്? ടെസ റോസലിൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്കെന്താ, ചെവി കേട്ടുകൂടെ? ഞാൻ സക്രിയയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ഉറച്ച സ്വരത്തിൽ റോസലിൻ പറഞ്ഞു. രോഷം കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ടെസയ്ക്ക്. മമ്മി എന്താണ് ഈ പറയുന്നത്? സ്വബോധം നഷ്ടപ്പെട്ടു പോയോ? അവൾ മമ്മിയുടെ മുഖത്ത് നോക്കി ശബ്ദമുയർത്തി. ഇവിടെ വേലക്കാരനായി വന്നവനാ സക്രിയ. പപ്പയുടെ സ്ഥാനത്ത് അയാളെ മമ്മിക്ക് എങ്ങനെ കാണാൻ കഴിഞ്ഞത്? ഞാൻ അയാളെ പപ്പയെന്ന് വിളിക്കണോ? ടെസ പൊട്ടിത്തെറിച്ചു. നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷേ ഇത് ഞാൻ സമ്മതിക്കില്ല. അയാൾ മമ്മിയെ സ്നേഹിക്കുമെന്ന് മമ്മി കരുതുന്നുണ്ടോ? അയാളുടെ ലക്ഷ്യം നമ്മുടെ സ്വത്തുക്കളാണ്. ടെസ ഒന്നും പറയണ്ട, ഞങ്ങൾ തീരുമാനിച്ചതാണ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് ജീവിക്കണം. എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. റോസലിൻ ശില പോലെ നിന്നു. ടെസ തളർന്നു പോയി. കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ പുന്നൂസ് കൊച്ചപ്പനെ ഫോണിൽ വിളിച്ചു. കൊച്ചപ്പൻ റേഞ്ചിലില്ല. ടെസ കാറെടുത്തുകൊണ്ട് പൂവർണിയിലെ ഷേർലി ആൻറ്റിയുടെ വീട്ടിൽ ചെന്നു. പപ്പയുടെ ചേച്ചിയാണ്. ടെസ പറഞ്ഞതെല്ലാം ഷേർലി ആൻറ്റി കേട്ടിരുന്നു. ഭർത്താവ് മരിച്ചുപോയ 60-കാരിയാണ് ഷേർലി. മക്കളൊക്കെ വിദേശത്താണ്. ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട്. ഇപ്പോൾ പള്ളിയും പ്രാർത്ഥനയുമായി കഴിയുകയാണ് ഷേർലി. ടെസ മോളെ, റോസ്ലിൻ്റെ തീരുമാനമാണ് ശരി. അവൾക്കൊരു തുണ വേണം. നിന്നെ സ്നേഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വേണം. സ്ഥാപനങ്ങൾ നോക്കി നടത്താൻ കഴിവും പ്രാപ്തിയുമുള്ളവനാണ് സക്രിയ, ഷേർലി ആൻറ്റി പറഞ്ഞു. ആൻറ്റി, പപ്പയുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനുള്ള അയാളുടെ തന്ത്രമാണിത്. ആൻറ്റിക്ക് സക്രിയയെ അറിയാഞ്ഞിട്ടാ. മോളെ, സ്വത്തുക്കൾ ആർക്ക് വേണം? എൻ്റെ ആസ്തി എത്ര കോടിയുണ്ടെന്നാ നീ കരുതുന്നത്? എൻ്റെ മക്കൾ എന്നേക്കാൾ സമ്പന്നരാ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അനാഥമായി പോകും. എനിക്ക് ഇത് മുഴുവൻ തിന്നു തീർത്തിട്ട് പോകാൻ പറ്റുമോ? അതുപോലെ ആ സ്വത്തുക്കൾ മുഴുവൻ നോക്കാൻ നിനക്ക് പറ്റുമോ? ആൻറ്റിയോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അവൾ അവിടെ ഇരുന്ന് കുറേ ഉറ്റ ബന്ധുക്കളെ വിളിച്ച് കല്യാണം തടയാൻ ശ്രമിച്ചു. അവരൊന്നും സഹകരിച്ചില്ല. മമ്മിയും സക്രിയയും എല്ലാവരെയും സ്വാധീനിച്ചിരിക്കുകയാണെന്ന് തോന്നി. പിറ്റേന്ന് ടെസ യാത്രയ്ക്ക് എന്നതുപോലെ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിയപ്പോൾ റോസ്ലിൻ തിരക്കി. നീ എവിടേക്കാ? എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മാരേജാ മുണ്ടക്കയത്ത്. അവിടെയാണോ അവളുടെ വീട്? അല്ല, കുട്ടിക്കര. ചെറുക്കൻ്റെ വീടാ മുണ്ടക്കയത്ത്. അവിടുത്തെ പള്ളിയിലെ കല്യാണം. ടെസ കാറിൽ കയറി പോകുന്നത് റോസ്ലിൻ നോക്കി നിന്നു. വൈകിട്ട് അവൾ തിരിച്ചു വരുമ്പോൾ സക്രിയ മമ്മിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ടെസ ഡ്രസ്സ് മാറി ഫ്രഷായി വന്ന് ഹാളിലിരുന്ന് TV ഓൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ സക്രിയ അടുത്തേക്ക് വന്ന് ചോദിച്ചു, മോളെ എൻ്റെ ഭാര്യയെയും മക്കളെയും അന്വേഷിച്ച് കുട്ടികളിൽ പോയിരുന്നു അല്ലേ? ടെസ നടുങ്ങി അയാളെ നോക്കി. മോള് വളരെ നാടകീയമായി നടത്തിയ അന്വേഷണം ഞാനെങ്ങനെ അറിഞ്ഞുവെന്ന ഈ അമ്പരപ്പ് അല്ലേ? ടെസയ്ക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ എൻ്റെ വീടും പറമ്പും ഉരുൾപൊട്ടിപ്പോയതാ കണ്ടത് അല്ലേ? അയാൾ പരിഹാസത്തോടെ ചിരിച്ചു. അവൾക്ക് ദേഷ്യവും ആത്മനിന്ദയും ഉണ്ടായി. എനിക്കങ്ങനെ ആരുമില്ല. അന്ന് ഞാൻ അവരെ നിൻ്റെ പപ്പയുടെ അടുത്ത് കൊണ്ടുവന്നത് എന്നോടൊരു സിമ്പതി കിട്ടാനായിരുന്നു. എൻ്റെ ജോലി ഉടനെ ഇവിടെ ഉറപ്പിക്കാൻ. അവരെ ഇനി നീ അന്വേഷിക്കേണ്ട. അന്നത്തെ കങ്കാണി ഇന്ന് നിലവിട്ട് പെരുമാറുകയാണ്. അത് മറന്നോ? ടെസ ചോദിച്ചു. പപ്പായുടെ കാല് പിടിച്ച് ഈ വീട്ടിൽ വന്നവൻ ഇപ്പോൾ എൻ്റെ മമ്മിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. നിൻ്റെ മമ്മി എന്നേ എൻ്റെ സ്വന്തമാ. സക്രിയ ചിരിച്ചു. റോസ്ലിൻ വാതിൽക്കൽ വന്നു. ഈ കല്യാണം നടക്കുമെന്ന് നിങ്ങളും മമ്മിയും കരുതണ്ട. നടക്കണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലണം. മോൾ എടുത്തുചാട്ടക്കാരിയാണ്. ഈ ചെറുപ്രായത്തിൽ മരിക്കണമെന്നൊന്നും പറയരുത്. സമയമാകുമ്പോൾ അങ്കിൾ പറയാം. ടെസ ദഹിപ്പിക്കുമാറ് നോക്കി. പിറ്റേന്ന് പുന്നൂസ് പാലായിൽ വന്നു. മഹാറാണി റെസ്റ്റോറൻറ്റിൽ നിന്ന് അയാൾ ടെസയുമായി സംസാരിച്ചു. കൊച്ചപ്പ, അയാളെ അടിച്ച് പുറത്താക്ക്. ഈ കല്യാണം നടക്കരുത്. അവിടെ താമസിക്കാൻ എനിക്ക് പേടിയാ. അമ്മയും സക്രിയയും കൂടി എന്നെ കൊല്ലും. ടെസ കരഞ്ഞുപോയി. വേറെ ആരുമില്ല എനിക്ക് സംസാരിക്കാൻ. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോള് ധൈര്യമായിരിക്കെ. പുന്നൂസ് ഉറപ്പ് കൊടുത്തു. പിന്നെ 4-5 ഫോൺ കോളുകൾ ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുന്നൂസും 2 കാറുകളിൽ ആളുകളും ഹിൽ വാലി പ്ലാന്റേഷൻ ഓഫീസിലെത്തി. സക്രിയയെ ഓഫീസിൽ കയറി തല്ലി വലിച്ച് മുറ്റത്തിട്ട് ചവിട്ടി. സക്രിയ ഭയന്ന് നിലവിളിച്ചു. എൻ്റെ ബ്രദറിൻ്റെ സ്ഥാപനമാണിത്. മേലിൽ ഇവിടെ കണ്ടുപോകരുത്. പുന്നൂസ് അയാൾക്കത് താക്കീത് കൊടുത്തു. ജോലിക്കാർ നോക്കി നിന്നതേയുള്ളൂ. സക്രിയയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുന്നൂസ് പറഞ്ഞു, ഇനി ഇവിടെ നിന്നാൽ കൊല്ലും നിന്നെ. പുന്നൂസിൻ്റെ കൂടെയുള്ളവർ കൊല്ലാനും മടിക്കില്ലെന്ന് സക്രിയയ്ക്ക് ഉറപ്പായിരുന്നു. അവർ കരുതിയാണ് വന്നിരിക്കുന്നത്. അയാൾ കാറിൽ കയറി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. പുന്നൂസ് കൊച്ചപ്പൻ വീട്ടിൽ ചെന്ന് ടെസയോട് പറഞ്ഞു, ഇനി അവൻ തോട്ടത്തിലോ ഫാക്ടറിയിലോ കാല് കുത്തൂല മോളെ. ഞാൻ DYSPയെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
സംഭവിച്ചതൊക്കെ അയാൾ പറഞ്ഞപ്പോൾ ടെസയ്ക്ക് സന്തോഷമായി. പെട്ടെന്ന് റോസ്ലിൻ അവിടേക്ക് ചീത്ത പുലിയെ പോലെ പാഞ്ഞു വന്നു. പുന്നൂസിന് എൻ്റെ കുടുംബത്തിൽ എന്താ കാര്യം? സക്രിയയെ മർദ്ദിച്ചത് എന്തിനാ? ചേട്ടത്തിക്ക് നൊന്തോ? നിങ്ങൾക്ക് അയാളെ വെക്കട്ടണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ആ തെണ്ടിയുടെ കൂടെ എവിടെ വേണമെങ്കിലും പോയിക്കോ. പുന്നൂസ് ദേഷ്യപ്പെട്ടു. എനിക്ക് അവകാശപ്പെട്ടതാ ഇതെല്ലാം. ആദ്യം നിങ്ങൾ ഇറങ്ങി വെളിയിൽ. റോസ്ലിൻ അയാളെ ആട്ടിയിറക്കി. മമ്മി! ടെസ തടയാൻ ശ്രമിച്ചു. റോസ്ലിൻ കൈ നിവർത്ത് മകളുടെ കരണത്തടിച്ചു. മിണ്ടരുത് നീ! റോസ്ലിൻ അലറി. മോളെ, ഞാൻ വാഗമണ്ണിൽ ഒരു കോൺഫറൻസിന് കൂടി വന്നതാ. തിരിച്ചു വരുമ്പോൾ അവൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാം. പുന്നൂസ് റോസിൻ്റെ മുഖത്തേക്ക് കൈ ചൂണ്ടി. ഈ കൊച്ചിനെ തല്ലിയതുകൊണ്ട് നിങ്ങൾ വിജയിച്ചെന്ന് കരുതണ്ട. എനിക്കും ആളുകളുണ്ട്, കാണിച്ചു തരാം. പിന്നെ ചെന്ന് BMW കാറിൽ കയറി. റോസിന് അന്ന് തന്നെ മിഷൻ ഹോസ്പിറ്റലിൽ ചെന്ന് സക്രിയയെ കണ്ടു. അയാൾക്ക് ശരിക്കും മർദ്ദനമേറ്റിരുന്നു. വിക്ടറും ബൽറാമും വേറെ ചിലരും അടുത്തുണ്ട്. എല്ലുകളൊന്നും ഒടിഞ്ഞിട്ടില്ല, പക്ഷേ ചതവുണ്ട്. സാരമില്ല, ബൽറാം റോസിനോട് പറഞ്ഞു. സക്രിയയെ കണ്ടപ്പോൾ റോസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പുന്നൂസ് വാഗമണിലേക്ക് പോയിരിക്കുകയാ, അവൻ തിരിച്ചു വരരുത്, റോസ്ലിൻ സക്രിയയോട് പറഞ്ഞു. തിരിച്ചു വന്നാൽ അയാൾ കല്യാണം മുടക്കും. സക്രിയ ബൽറാമിനെ നോക്കി. പിറ്റേന്നാണ് പുന്നൂസ് വാഗമണിൽ നിന്ന് തിരിച്ചു വന്നത്. കൂടെ 2 ബിസിനസ് സുഹൃത്തുക്കളുമുണ്ട്. ഭരണകാലം കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ ബൽറാം കാർ തടഞ്ഞു. ഞങ്ങൾക്ക് ഈ കാർ പരിശോധിക്കണം. എന്തിന്? പുന്നൂസ് ചോദിച്ചു. ഇതിൽ ഡ്രഗ്സ് കടത്തുന്നുണ്ടോയെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണോ താനീ പറയുന്നത്? ഞങ്ങൾ ആരാണെന്നാണ് നിങ്ങൾ കരുതിയത്? പുന്നൂസിൻ്റെ സുഹൃത്ത് ദേഷ്യപ്പെട്ടു. അത് വണ്ടി പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഡിക്കി തുറക്ക്, ബൽറാം നിർദ്ദേശിച്ചു. ഡ്രൈവർ ഡിക്കി തുറന്നു. 2 സിവിൽ പോലീസ് ഓഫീസർമാർ ഡിക്കി പരിശോധിച്ചു. കഞ്ചാവാണ് സാർ, അവർ പറഞ്ഞു. പുന്നൂസും സുഹൃത്തുക്കളും ഇറങ്ങി വീഴ്ച നോക്കി. ഡിക്കി നിറയെ കഞ്ചാവ്. അതിൻ്റെ മണം അവിടെ പരന്നു. ഞങ്ങൾക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല, പുന്നൂസ് പറഞ്ഞു. പെട്ടെന്ന് എവിടെ നിന്നോ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫറും എത്തി അവരുടെ ചിത്രങ്ങളെടുത്തു. ചതിയ, ഞങ്ങൾ അന്തസ്സായിട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരാ, പുന്നൂസിൻ്റെ സുഹൃത്ത് പറഞ്ഞു. ബിസിനസ് എന്താണെന്ന് മനസ്സിലായി. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി കോടതിയിൽ പറഞ്ഞാൽ മതി, ബാക്കിയല്ല, ബൽറാം പറഞ്ഞു. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുന്നൂസിനെയും സുഹൃത്തുക്കളെയും വിലങ്ങ് വെച്ച് ജീപ്പിൽ കയറ്റി. സാർ രക്ഷിക്കണം. നാട്ടിലറിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. ജീപ്പിൽ പോകുമ്പോൾ പുന്നൂസിൻ്റെ സുഹൃത്തുക്കൾ ബൽറാമിനോട് അപേക്ഷിച്ചു. ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യാം. പോലീസ് ജീപ്പ് പോയത് സക്രിയയുടെ ഓഫീസിലേക്കാണ്. സക്രിയയുടെ മുന്നിൽ പുന്നൂസ് വിലങ്ങുമായി നിന്നു. നീ എന്നെ കൈവച്ചു അല്ലേടാ പുല്ലേ? സക്രിയ അയാളെ അടിച്ചു വീഴ്ച്ചു. തറയിൽ വീണപ്പോൾ ചവിട്ടിക്കൂട്ടി. അയാളുടെ സുഹൃത്തുക്കൾക്കും അടികിട്ടി. മേലിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടില്ലെന്നും പാലയിൽ വരില്ലെന്നും വാക്കു തന്നാൽ നിന്നെയും കൂട്ടുകാരെയും വിടാം, സക്രിയ ഡിമാൻഡ് വെച്ചു. അല്ലെങ്കിൽ നിന്നെ കൊല്ലും. ഇവന്മാരെ തെളിവുകളോടുകൂടി കോടതിയിലാക്കും. വേണ്ട, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല, പുന്നൂസ് നിലവിളിച്ചു. കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് സക്രിയയുടെയും റോസ്ലിൻ്റെയും വിവാഹം നടന്നു. ടെസ മരവിച്ച മനസ്സുമായി അതിന് സാക്ഷിയായി. സക്രിയയും മമ്മിയും ഒരു മാസക്കാലം ടൂറിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ മമ്മി വളരെ ഗ്ലൂമിയാണെന്ന് അവൾ കണ്ടു. സക്രിയ അവരോടൊപ്പം താമസിച്ചു. 1 മാസം കഴിഞ്ഞ് ഒരു രാത്രി വലിയ ശബ്ദം കേട്ട് ടെസ ഞെട്ടിയുണർന്നു. വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. രാത്രി 2 മണി. ഭിത്തിയിലെ ക്ലോക്കിൽ അവൾ കണ്ടു. കൊല്ലുന്നേ! നട്ടെല്ല് മരവിപ്പിക്കുന്ന നിലവിളി. അത് മമ്മിയുടേതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കഥ തുടരും.